നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പലയിടങ്ങളായിരിക്കുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ ഈ പ്ലാറ്റ്ഫോം വഴിയായി അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കുവാൻ, അവിടുത്തെ തിരുസന്നിധിയിൽ അടുത്തു വരുവാൻ അവിടുന്ന് സാഹചര്യങ്ങളെ ക്രമീകരിക്കയാൽ നന്ദിയോടെ സ്തോത്രം കർത്താവെ. അവിടുത്തെ സാന്നിധ്യം അറിഞ്ഞുകൊണ്ട് കർത്താവെ, അവിടുന്ന് ഞങ്ങൾ ഇരിക്കുന്ന ഇടത്ത് അവിടുത്തെ സാന്നിധ്യമുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ പലയിടങ്ങളിൽ പല ദൂരങ്ങളിലായിരിക്കുന്നു എങ്കിലും അവിടുത്തെ സാമീപ്യം ഒരുപോലെ അനുഭവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ പാട്ടുകളെ പാടി അവിടുത്തെ ആരാധിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ആരാധനകൾ അവിടുത്തേക്ക് സുഗ്രാഹ്യമായിരിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ജിനുവിനെ അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. ദാസനെ കുടുംബമായി അനുഗ്രഹിക്കണം. കൊടുത്തിരിക്കുന്ന താലന്തുകൾ അവിടുത്തെ നാമമഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കുവാൻ അവിടുന്ന് കൊടുക്കുന്ന സന്മനസ്സിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ നിന്നെ പാടി പുകഴ്ത്തുമ്പോൾ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ നാമം ഉയർത്തുവാൻ സഹായിച്ചാട്ടെ കർത്താവെ. നിന്റെ കൃപയിൽ ഞങ്ങളെ കാത്താട്ട്. വരുവാനായി ആഗ്രഹിക്കുന്നവർ കർത്താവെ തക്ക സമയത്ത് ചേർന്ന് വരുവാൻ അവിടുന്ന് സഹായിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്ന കേട്ട് ഉത്തരവരുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ ദൈവം തന്ന വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. ലൈനിലായിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവിൻ്റെ വലിയ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. നമ്മൾക്ക് അല്പസമയം ആരാധനയ്ക്കായി വേർതിരിക്കാം. പാട്ടുകളെ പാടുമ്പോൾ അറിയാവുന്ന പാട്ടുകളാണെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്ത് കർത്താവിൻ്റെ ദാസനോട് കൂടെ ചേർന്ന് പാടാം. ജിനു വർഗീസിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പലപ്പോഴും നമ്മളുടെ കൂടെ വന്ന് മാസത്തിൽ ഒരിക്കൽ അറ്റ്ലീസ്റ്റ് വന്ന് നമ്മളെ പാടി സഹായിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദാസനെയും കുടുംബത്തെയും ഓർത്ത് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. നമ്മൾക്ക് ആരാധനയ്ക്കായി ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. ജിനു വർഗീസ്. Praise the Lord. Hallelujah. കേൾക്കാമോ? കേൾക്കാം. Praise the Lord. Hallelujah. Hallelujah. Praise the Lord. Roshan, still video is disabled. Praise the Lord. Hallelujah. കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ വലിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ നമ്മൾ ഇത്രയും പേർക്ക് ദൈവം അവിടെ നിധിയാക്കി അവൻ്റെ വലിയ കൃപകളെ ഓർത്ത് നമ്മളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ കർത്താവിനെ മഹത്വപ്പെടുത്താം. We worship you, Jesus. Hallelujah. Hallelujah. We praise your holy name, Jesus. Hallelujah. Hallelujah. എല്ലാ നാമത്തിനും മേലായ നാമമാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താൻ പോകുന്നത്. We worship you, Jesus. ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് ഇന്ന് പകൽക്കാലം എടുത്താമല്ലോ. Hallelujah. വിശേഷാൽ തോമസ് അങ്കിളിൻ്റെ ആൻറ്റി നടത്തുന്ന ഈ സൂം മീറ്റിംഗ് ഇത്രയും പേർക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ ദൈവം ഇടയാക്കി അവൻ്റെ വലിയ കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരിൽ കൂടെ ദൈവം ചെയ്തെടുക്കുന്ന എല്ലാ നല്ല പ്രവൃത്തികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് അനേകർക്കൊരു പ്രയോജനമായി ദൈവനാമോത്വത്തിന് വേണ്ടി ആയിരിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് അല്പസമയം ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കി അവൻ്റെ കൃപകൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. സംഘത്തിനോട് ചേർന്ന് നമുക്കും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ യേശുവിൻ്റെ നാമത്തിൽ സർവ്വലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുന്ന ആ നാമം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എവ്രി നീ ഷാൽ ബൗ had his presence. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർ, അങ്ങനെ അത് അനുഭവിച്ചിട്ടുള്ളവരൊക്കെ നമുക്ക് ഒരുമിച്ചൊരു ഗാനത്തിൻ്റെ അടികൾ പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. We worship you, Jesus. Hallelujah. Hallelujah. എല്ലാറ്റിലും മേലെ ഒരേ ഒരു നാമം, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം, എല്ലാ നാവും പാടും യേശുവിൻ നാമം, ഒപ്പം പറഞ്ഞിടാൻ ഇണയില്ല നാമം. എല്ലാറ്റിലും മേലെ ഒരേ ഒരു നാമം, ഓ മടങ്ങുന്ന നാമം, എല്ലാ നാവും
നാവും പാടും യേശുവിൻ നാമം, ഒപ്പം പറഞ്ഞിരാനിനയില്ല നാമം. ഒരിക്കൽ കൂടെ എല്ലാറ്റിലും മേലെ ഒരേ ഒരു നാമം, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം. We praise you, Jesus. എല്ലാ നാവും പാടും യേശുവിൻ നാമം, ഒപ്പം പറഞ്ഞിരാൻ ഇടയില്ല നാമം. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോനിൽ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോനിൽ റോജാവേ, അങ്ങേക്കു തുല്യനായ അങ്ങു മാത്രം. ഓ, അങ്ങേക്കു തുല്യനായ അങ്ങു മാത്രം. ഓ, we worship you, Jesus. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോനിൽ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോനിൽ റോജാവേ, അങ്ങേക്കു തുല്യനായ അങ്ങു മാത്രം. യെസ്, അങ്ങേക്കു തുല്യനായ അങ്ങു മാത്രം. എൻ കെട്ടുകളെ അഴിച്ച യേശുവിൻ നാമം, സർവ്വവ്യാധിയും മാറ്റിയ നാമം. എൻ ഭയമെല്ലാം മാറ്റി യേശുവിൻ നാമം, എന്നെ ശക്തനായി മാറ്റുന്ന നാമം. എൻ കെട്ടുകളെ അഴിച്ച യേശുവിൻ നാമം, സർവ്വവ്യാധിയും മാറ്റിയ നാമം. We praise you, Jesus. എൻ ഭയമെല്ലാം മാറ്റി യേശുവിൻ നാമം, എന്നെ ശക്തനായി മാറ്റുന്ന നാമം. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. അത്ഭുതമായ നാമം, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. അത്ഭുതമായ നാമമേ, ഓ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. അത്ഭുതമായ ആ നാമത്തെ ഇന്ന് പകൽക്കാലം ഒരുമിച്ച്, ഓ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോനിൽ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോനിൽ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോനിൽ റോജാവേ, അങ്ങേക്കു തുല്യനായ അങ്ങു മാത്രം. ഓ, അങ്ങേ
നാമം എന്നെ ജയാളിയായി മാറ്റിയ നാമം, എന്നുള്ളിൽ വസിക്കുന്ന യേശുവിൻ നാമം എന്നെ ആശ്ചര്യമാക്കുന്ന നാമം, എൻ ശത്രുവിനെ തകർത്ത യേശുവിൻ നാമം എന്നെ ജയാളിയായി മാറ്റുന്ന നാമം, എന്നുള്ളിൽ വസിക്കുന്ന യേശുവിൻ നാമം എന്നെ ആശ്ചര്യമാക്കുന്ന നാമം, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ. Oh, we worship you, Jesus. ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ. ആശ്ചര്യമായ ആ നാമത്തെ ഉയർത്തുവാൻ. Oh, we worship you, Jesus. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, പതിനായിരങ്ങളിൽ സുന്ദരനേ, ശാരോനിൽ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനേ, ശാരോനിൽ റോജാവേ, അങ്ങേക്കു തുല്യനായ അങ്ങു മാത്രം, ഓ അങ്ങേക്കു തുല്യനായ അങ്ങു മാത്രം. Oh, we worship you, Jesus. എല്ലാറ്റിലും മേലെ ഒരേ ഒരു നാമം, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം, എല്ലാ നാമം പാടും യേശുവിൻ നാമം, ഒപ്പം പറഞ്ഞില്ല നാമം, എല്ലാറ്റിലും മേലെ ഒരേ ഒരു നാമം, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം. We praise you. എല്ലാ നാമം പാടും യേശുവിൻ നാമം, ഒപ്പം പറഞ്ഞിരാൻ ഇണയില്ല നാമം. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, ഓ അത്ഭുതമായ നാമം, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, ഓ അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. Oh, we worship you, Jesus. ഹൃദയത്തിൻ വാതിൽ തുറക്കാം യേശുവേ, ജീവനാഥനായ ഉള്ളത്തിൽ യേശുവേ, ഹൃദയത്തിൻ വാതിൽ തുറക്കാം യേശുവേ, ജീവനാഥൻ ആയൊനുള്ളത്തിൽ യേശുവേ,
നിന്നിൽ അഭയം ചൊല്ലുന്നേ എൻ കർത്താവേ, നീ മാത്രം ആശ്രയം എൻ രക്ഷകനേ. ഓ നിന്നിൽ അഭയം ചൊല്ലുന്നേ, യെസ് ലോർഡ്, എൻ കർത്താവേ, നീ മാത്രം ആശ്രയം. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. ഓ യേശു വന്നിട്ടുണ്ട് എൻ്റെ അവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. എൻ കരച്ചിലിൻ ശബ്ദം കേൾക്കുന്നു യേശു മാത്രം. എൻ കണ്ണുനീർ കടന്നു പോകാത്തോ അവൻ മാത്രം, യേശു മാത്രം. എൻ കരച്ചിലിൻ ശബ്ദം കേൾക്കുന്നു യേശു മാത്രം. എൻ കണ്ണുനീർ കടന്നു പോകാത്തോ യേശു മാത്രം. എൻ രക്ഷകനേ, നിന്നിൽ അഭയം ചൊല്ലുന്നേ എൻ കർത്താവേ, നീ മാത്രം ആശ്രയം എൻ രക്ഷകനേ. നിന്നിൽ അഭയം ചൊല്ലുന്നേ അപ്പാ എൻ കർത്താവേ, നീ മാത്രം ആശ്രയം. ഓ യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എൻ്റെ അവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. എൻ രക്ഷകനേ, നിന്നിൽ അഭയം ചൊല്ലുന്നേ എൻ കർത്താവേ, നീ മാത്രം ആശ്രയം എൻ രക്ഷകനേ. നിന്നിൽ അഭയം ചൊല്ലുന്നേ, യെസ് ലോർഡ്, എൻ കർത്താവേ, നീ മാത്രം ആശ്രയം. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് വിശ്വസിക്കുന്നവർ ചേർ. ഓ ഇന്നും ജീവിക്കുന്നു യേശുവേ. ഓ യേശു വന്നിട്ടുണ്ട്. ഓ റബന ശതരേ, ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ആ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം നമ്മൾ ഇത്രത്തോളം ഇടയാക്കിയല്ലോ. ഹല്ലേലൂയ. അവൻ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ അവസ്ഥകളെയൊക്കെ മാറ്റുന്ന ഒരു നല്ല കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒരുമിച്ച് ഒരു പഴയ ഗാനം കൂടെ പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം നമ്മളെ അവിടെ ഇടയാക്കട്ടെ. ഹല്ലേലൂയ. We worship you Jesus. ഹല്ലേലൂയ. സർവ്വ പുകഴ്ചയ്ക്കും യോഗ്യനായ നല്ല കർത്താവിനെ ഇന്ന് പകൽക്കാലം ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം അവിടെ ഇടയാക്കിയവൻ്റെ വലിയ കൃപകളൊക്കെ ഓർത്ത്. ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും. ദാവീദ് ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. നാൾത്തോറും ഞാൻ നിന്നെ വാഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മളായിരിക്കുന്ന ഇടപെടലുകളൊക്കെ നമ്മുടെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ, നമ്മുടെ നാവിന്, നമ്മുടെ അധരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി ഹല്ലേലൂയ സർവ്വശക്തിയോടെ ഹല്ലേലൂയ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെ അവിടെ നിരയാക്കട്ടെ. ഹല്ലേലൂയ, we worship you Jesus. പുകഴ്ത്തിടാം ദേവാദേവനെ പുതിയതാം കൃപകളോടെ, പാടി പുകഴ്ത്തിടാം ദേവാദേവനെ പുതിയതാം കൃപകളോടെ. ഇന്നലെയും ഇന്നുമെന്നും മാറായ യേശുവേ നാം പാടി പുകഴ്ത്താം. ഇന്നലെയും ഇന്നുമെന്നും മാറായ യേശുവേ നാം പാടി പുകഴ്ത്താം. പാടി പുകഴ്ത്തിടാം ദേവാദേവനെ പുതിയതാം കൃപകളോടെ. ഓ പാടി പുകഴ്ത്തിടാം ദേവാദേവനെ പുതിയതാം കൃപകളോടെ. ഇന്നലെയും ഇന്നുമെന്നും മാറായ യേശുവേ നാം പാടി പുകഴ്ത്താം. ഓ ഇന്നലെയും യേശുവേ നാം പാടി പുകഴ്ത്താം. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. ഓ യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഭയങ്കര കാറ്റുമലയും കൊടിയതാവാരും നേരത്തിൽ, ഓരാ ഭയങ്കര കാറ്റുമലയും കൊടിയതാവാരും നേരത്തിൽ. ഓ കാറ്റും കാരങ്ങളാൽ ചേർത്ത് മാർവനച്ച സ്നേഹം നിത്യം. അനുഭവമുള്ളവർ ചേർന്ന് ഓ കാറ്റും കാരങ്ങളാൽ ചേർത്ത് മാർവനച്ച സ്നേഹം നിത്യം പാടും ഞാൻ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീത ശബനത്തെ. ഓ യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. പെറ്റ തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കായെന്ന വാർത്തയാ. പെറ്റ തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കായെന്ന വാർത്തയാ. നാട്ടി എന്നെ തൻ കരത്തിൽ വച്ചു ജീവവാതെ എന്നും ഓടും. ഓ നാട്ടി എന്നെ തൻ കരത്തിൽ വച്ചു ജീവവാതെ എന്നും ഓടും ഞാൻ. ഓ യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും പാടി പുകഴ്ത്തിടുമേ. എന്റെ പ്രിയ യേശുവേ ഞാനെന്നും പാടി പുകഴ്ത്തിടുമേ. ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയതാ. ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയതാ. ദേഹിയെല്ലാം ഒന്നായി ചേർന്ന് പ്രിയനായി വേല ചെയ്യും ഞാൻ. തീരുമാനമുള്ളവർ ദേഹം ദേഹിയെല്ലാം ഒന്നായി ചേർന്ന് പ്രിയനായി വേല ചെയ്യും ഞാൻ. ഓ യേശു എന്ന നാമമേ
യോർദാൻ സമമാന ശോധനയിലും താണു വീണു പോകാതെ. യെസ് ലോർഡ്. യോർദാൻ സമമാന ശോധനയിലും താണു വീണു പോകാതെ. ജയധ്വനിയോടെ കാത്തു പാലിക്കുന്ന സ്നേഹമാശ്ചര്യമോ. ജയധ്വനിയോടെ കാത്തു പാലിക്കുന്ന സ്നേഹമാശ്ചര്യമോ. ജയധ്വനിയോടെ കാത്തു പാലിക്കുന്ന സ്നേഹമാശ്ചര്യം. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീത ശവനം ചേരകലേ. ഓ യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. ഓ യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീത ചേർന്നു. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ. പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എല്ലാറ്റിനും മേലായ നാമത്തെ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒരുമിച്ച് we worship you Jesus. Hallelujah. ശബനം today Jesus. Hallelujah. 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 Thank you Jesus. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. താങ്ക് യു ജിനു ബ്രദറെ. ദൈവം അനുഗ്രഹിക്കട്ടെ. രണ്ടാമത് പാടിയ പാട്ടിൽ നമ്മളുടെ കരച്ചിലിന്റെ ശബ്ദം കേൾക്കുന്നവൻ, നമ്മുടെ കണ്ണുനീർ കടന്നു പോകാത്തവൻ യേശു മാത്രം. മനുഷ്യരൊക്കെ മാറിപ്പോകും, മനുഷ്യർ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ച് കടന്നു പോകും. നമ്മൾക്ക് അഭയമായി നമ്മളുടെ സമീപത്ത് നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് അവനെ ആരാധിക്കുവാൻ അവൻ നമ്മളെ ബലത്തോടെ ഈ ലോകത്തിൽ ആക്കിയിരിക്കുന്ന അവന്റെ കൃപകളെ ഓർത്ത് നമ്മൾക്ക് സ്തോത്രം ചെയ്യാം. പാടിയ പാട്ടുകൾ പലപ്പോഴും നമ്മൾ പാട്ടുകൾ പാടി പാടി അങ്ങ് വിടും. എന്നാൽ അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുവാൻ പലപ്പോഴും നമ്മൾ സമയമെടുക്കാറില്ല. പാട്ടിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി നമ്മൾ പാടുമ്പോൾ അത് നമ്മളുടെ ആത്മാവിൽ ക്രിയ ചെയ്യും. എൻ്റെ അവസ്ഥയെ മാറ്റുവാൻ അവൻ വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? നമ്മളുടെ അവസ്ഥകളെ മാറ്റുവാൻ. കാരണം ഞാൻ സമയമെടുക്കുന്നില്ല. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ചിന്ത, നമ്മളുടെ ദി എൻകൗണ്ടർ വിത്ത് ക്രൈസ്റ്റ് എപ്പോഴാണ് നമ്മൾക്ക് ദൈവത്തിൻ്റെ സാമീപ്യം നമ്മൾ അടുത്തറിയുന്നത്? നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നോക്കുമ്പോൾ സംശയവുമായി നിന്ന തോമസിന്റെ അടുത്ത് വന്നു. കാരണം വിളിച്ച് പബ്ലിക്കായിട്ട് പറയാൻ ഒക്കാത്ത സംശയവുമായി നിൽക്കുന്ന തോമസ്, ജീവിതത്തിന്റെ ഫെയിലിയറിൽ നിൽക്കുന്ന പത്രോസ്, കല്ലറയുടെ മുമ്പിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു മറിയ. നമ്മളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഈ അവസ്ഥകളിൽ കൂടെ കടന്നു പോയിട്ടില്ലേ? സംശയമുണ്ട്, തുറന്ന് ആരുടെ അടുത്തും ചോദിക്കാനൊക്കത്തില്ല. വിശ്വാസത്തെക്കുറിച്ച് തന്നെ പലപ്പോഴും സംശയം വന്നിട്ടുള്ള സമയങ്ങളുണ്ട്. ആരോടും ഒന്നും ചോദിക്കാനൊക്കത്തില്ല. അന്ന് നമ്മളുടെ അടുത്ത് വന്ന് നമ്മൾക്ക് ബുദ്ധി ഉപദേശിച്ച് തന്ന് വചനത്തിന്റെ വാതിലുകൾ തുറന്ന് നമ്മളെ സഹായിച്ച ഒരു ദൈവം, എൻ്റെ അവസ്ഥ മാറ്റുവാൻ എൻ്റെ സമീപത്ത് അവൻ വന്നിട്ടുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾക്ക് ഇന്ന് ഇവിടെ ആയിരിക്കാം. എൻ്റെ അവസ്ഥ മാറ്റുന്നവൻ. അവസ്ഥ എന്താണെന്നല്ല ചോദ്യം. Irrespective of your circumstances, irrespective of your situation, there is someone who can change your circumstances.
ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ വന്നിരിക്കയാൽ നമ്മളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവൻ, നമ്മളുടെ സങ്കടങ്ങളിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്നവൻ, അവന്റെ സന്നിധിയിലേക്ക് നമ്മൾക്ക് കടന്നു ചെല്ലാൻ. ഞാൻ പെട്ടെന്ന് പ്രാർത്ഥനാ വിഷയങ്ങൾ പറയാം. ഉഷ സിസ്റ്റർ നമ്മളെ പ്രാർത്ഥിച്ച് സഹായിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പലര് സൗഖ്യമില്ലാതെ ഇരുന്നു. പ്രിയ ഉഷ സിസ്റ്ററിന് സൗഖ്യമില്ലാതെ ഇരുന്നു. കർത്താവിന്റെ ദാസൻ ജോയ് പാസ്റ്റർ മകൾക്ക് സുഖമില്ലാതെ ഇരുന്നു. ഇവർക്കൊക്കെ ദൈവം വിടുതൽ കൊടുത്ത് ഭവനങ്ങളിൽ സൗഖ്യമാക്കി ഇരുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ കരുണയെ ഓർത്ത് നമ്മൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മള് മോളമ എന്ന സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചിരുന്നു. എന്നാൽ വിടുതലായിരുന്നു നമ്മളുടെ ആഗ്രഹം, എന്നാൽ കർത്താവിന്റെ ആഗ്രഹം അതല്ലായിരുന്നു. കർത്താവിന്റെ ദാസി ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ദുഃഖിതരായിരിക്കുന്ന ആ കുടുംബത്തെ ഓർത്ത് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ദൈവം തൻ്റെ സമാധാനത്താൽ ആ ഭവനത്തെ നിറയ്ക്കുവാനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ക്യാൻസറിനാൽ പ്രയാസപ്പെടുന്ന പലരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. റിക്കവറിയിലായിരിക്കുന്ന പലരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ജുബിനായി, ചിന്നുനായി, പ്രസാദിനായി, വത്സയ്ക്കായി, അങ്ങനെ ഓരോരുത്തരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇവാഞ്ചലിസ്റ്റ് രാജുവിനായി പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന്റെ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞു, എന്നാൽ റിസൾട്ട്സ് വന്നിട്ടില്ല. അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. കോളേജുകളിലും സ്കൂളിലും ആയിരിക്കുന്നവര്, വിവാഹപ്രായം എത്തി നിൽക്കുന്നവര്, വിവാഹിതരായി കുടുംബസ്ഥരായി ജീവിക്കുന്നവര്, പ്രയാസ പ്രതികൂലങ്ങൾ കൂടെ ആയിരിക്കുന്നവർ, അഡിക്ഷനിലും മറ്റും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവരെ ഒക്കെ ഓർത്ത് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ലോകസമാധാനത്തിനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷ വേലയുടെ മുഖത്തായിരിക്കുന്നവരെ നമ്മൾക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് സമാധാനത്താൽ അവൻ ഓരോരുത്തരെയും നിറയ്ക്കുവാൻ, ഇസ്രയേലിന്റെ സമാധാനത്തിനായി, മിഡിൽ ഈസ്റ്റിന്റെ സമാധാനത്തിനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള വചന ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ജോയി ചെങ്കലിനെ ദൈവം ബലപ്പെടുത്തുവാനായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. പാട്ടുപാടി സഹായിച്ച നമ്മുടെ ജിനു ബ്രദറിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാവരെയും, ഈ ലൈനിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. പോളിഷ സിസ്റ്റർ ചുരുക്കമായി പ്രാർത്ഥിച്ച് സഹായിക്കും. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി തിരുനാമത്തെ നന്ദിയോടെ വാഴ്ത്തി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. ഈ വെള്ളിയാഴ്ച വൈകിട്ടും ആമേൻ ഇന്ത്യയിൽ പ്രഭാത വേളയില് എഡിസൺ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ ആത്മീയ കൂട്ടായ്മ നടത്തപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ കാണിച്ചു തോർത്ത് ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തി സ്തുതിക്കുന്ന കർത്താവേ. ഈ ആത്മീയ കൂട്ടായ്മ കർത്താവെ അനേകർക്ക് നാളുകൾ വിടുതൽ കൊടുക്കുവാനും, അനേകർ സൗഖ്യം പ്രാപിക്കുവാനും, അനേകർ ആശ്വാസം കൈക്കൊള്ളുവാനും, വചനത്തിന്റെ സത്യങ്ങളെ തിരിച്ചറിയുവാനും ഒക്കെ ദൈവം ഇടയാക്കുന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഇന്ന് വൽക്കാലം ദൈവമേ, ഇത് ഹല്ലേലൂയ കർത്താവെ മുന്നോട്ട് നയിക്കുന്ന അങ്ങയുടെ ദാസൻ ഹല്ലേലൂയ അങ്കിളിനായി, ആന്റിക്കായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ ദൈവം മാനിക്കണമേ കർത്താവെ. വാർദ്ധക്യത്തിലും ഫലം കായ്പാൻ തക്കവണ്ണം ദൈവരാജ്യത്തിന് വേണ്ടി ദൈവവേലയുടെ ഭാഗമായി അവർ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകൾക്കായി സ്തോത്രം. ദൈവമരെ ബലപ്പെടുത്തണം, മാനിക്കണം. അവരുടെ തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഒരുക്കണം, ദൈവം സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഇന്ന് പൽക്കാലം ദൈവമേ സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. ചില രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ക്യാൻസറിന്റെ രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. പേരുപേരായി ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവമേ, വിടുവിക്കുന്ന ദൈവമാണ്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാള് സമ്മതിക്കയില്ല. ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കർത്താവേ സ്തോത്രം സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തി അയക്കണമേ. സൗഖ്യം പ്രാപിച്ചു വരുന്ന മക്കളുണ്ട്, ദൈവം അവരെ സഹായിക്കണം, ബലപ്പെടുത്തണേ കർത്താവേ. വിശേഷാൽ ഇവാഞ്ചലിസ്റ്റ് രാജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാം നോർമലായി സമാധാനത്തോടെ നല്ല സാക്ഷ്യം കേൾപ്പാൻ ഇടയാക്കണമേ. അതുപോലെ ഞങ്ങൾ സ്ഥിരമായി പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാണ്ട് സഹോദരങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവേ. ദൈവം അവരെ വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഈ രാത്രിയില് വചനവുമായി കടന്നു വന്നിരിക്കുന്ന ദൈവദാസനായി സ്തോത്രം സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രയോജനമുള്ള ഒന്നും മറച്ചു വെക്കാതെ ആത്മീയ വർധനയ്ക്കായി അടദാസന്റെ നാവോട് കൂടെ ഇരിക്കണമേ. ദൈവം മാനിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ജിനു ബ്രദറിനായി സ്തോത്രം സ്തോത്രം.
അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആത്മനിർഭര വർഷിപ്പ് ചെയ്യുവാൻ ഞങ്ങളുടെ ദാസിനെ ദൈവം സഹായിച്ചല്ലോ. മാനിക്കണേ കർത്താവേ. ദൈവരാജ്യത്തിന് വേണ്ടി നിലനിൽക്കുവാൻ കൃപ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഈ മീറ്റിംഗ് കണ്ടന്റ് ചെയ്യുന്ന സഹോദരങ്ങൾക്കായി സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം മാനിക്കണം, സഹായിക്കണമേ. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം. നാമേ സ്തോത്രം. കർത്താവ് ആദരിക്കണം, മാനിക്കണം. ദൈവശബ്ദം കേൾപ്പാൻ ഇന്ന് പൽക്കാലം ഏവർക്കും ഇടയാക്കണേ കർത്താവേ. വിശിഷ്യാൽ കർത്താവേ സ്തോത്രം, സ്തോത്രം. തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആമേ. പലതിനും അടിശനായി നശിക്കുന്ന തലമുറകളുണ്ട് കർത്താവേ. ആമേ. സ്തോത്രം, സ്തോത്രം. മാതാപിതാക്കൾ അവരെ ഓർത്ത് ദുഃഖിക്കുന്നവരുണ്ട് കർത്താവേ. ദൈവമേ, തലമുറകളുടെ ഒരു മടങ്ങി വരവിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. പ്രായമായ കുഞ്ഞുങ്ങളുണ്ട്. ആമേ. വിവാഹം വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന തലമുറകളുണ്ട്. നാളുകളിൽ പരിശുദ്ധാത്മാവ് ഇടപെടണമേ, അവരുടെ അന്തരംഗങ്ങളിൽ ഇടപെടണമേ കർത്താവേ. തലമുറകൾക്കൊരു മാനസാന്തരം ദൈവഭയമുള്ളവരായി ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കണേ കർത്താവേ. നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. വേർപാടിന്റെ ദുഃഖത്തിലൊക്കെ കടന്നു പോകുന്നവരുണ്ട്. ദൈവം അവരെ സഹായിക്കണമേ, ആശ്വാസം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതൃരാജ്യമായ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ ഇടപെടലുണ്ടാകണം, വലിയൊരു ഉണർവ് ദൈവം അയക്കണം. ഇന്ത്യയുടെ ജയിലുകളിൽ കർത്താവിന്റെ നാമനിമിത്തം ആമേ അടയ്ക്കപ്പെട്ട അനേക ദൈവത്തിന്റെ വേലക്കാരുണ്ട്. ദൈവമേ, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവരുടെ മോചനത്തിനായി പ്രാർത്ഥിക്കുന്നു. പല സ്റ്റേറ്റുകളിലും വളരെയധികം പ്രതികൂലങ്ങളും പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്. ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിശക്തമായ ചൂടിൽ നിന്നൊക്കെ വിടിവിക്കണം. ദേശത്ത് മഴ അയക്കണം. ദൈവമേ, ഹല്ലേലൂയ. പാപം പെരുകുന്ന ലോകത്തിൽ ആമൻ ഈ കേരളത്തിൽ ഒരു ദൈവിക ഇടപെടലുണ്ടാണ് കർത്താവേ. അനേകരും മാനസാന്തരപ്പെടുവാൻ ഇടയാകണേ കർത്താവേ. അതുപോലെ ദൈവമേ, മിഡിൽ ഈസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. യുദ്ധത്തിന്റെ കെടുതികളിൽ അനേകർ ഭാരത്തോടെ ആയിരിക്കുന്നു. ദൈവമേ, ദൈവിക സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, രാഷ്ട്ര തലവന്മാരോട് ദൈവം ഇടപെടണമേ കർത്താവേ. സമാധാനം ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഭൂമിയുടെ അറ്റങ്ങൾ വരെ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്ത് വില്ലൊടിച്ച് കുന്തമുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്ന ഒരു സർവശക്തനായ ദൈവം ആമേൻ. ഹല്ലേലൂയ. ഈ വിഷയത്തിൽ ഇടപെടണമേ. രാജാക്കന്മാരെ വാഴിക്കുകയും രാജാക്കന്മാരെ നീക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗത്തിലെ ദൈവമേ, ദൈവത്തിന്റെ ഇടപെടലിനായി പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങളിൽ ദൈവത്തിന് സ്തോത്രം. ദൈവിക സമാധാനം അയക്കണം. ഒരു വലിയ ഉണർവുണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വിശിഷ്യാൽ അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 50 സ്റ്റേറ്റിനായി സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തീയ രാജ്യമായ അമേരിക്കയിൽ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പകർച്ച വെളിപ്പെടണം. വലിയൊരു ഉണർവുണ്ടാകണം. അനേകര് കർത്താവിന്റെ രക്ഷയെ കണ്ടെത്തണം. കർത്താവിന് സ്തോത്രം, സ്തോത്രം. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ദൈവിക സമാധാനം ഉണ്ടാകണം. ഇസ്രായേലിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളെ ക്രിസ്ത്യാനി പീഡയിൽ കൂടെ കടന്നു പോകുന്നു. എന്റെ കർത്താവേ, ദൈവം തന്റെ ജനത്തോട് കരുണ കാണിക്കണമേ. ദൈവം സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് ഇങ്ങനെ സമാധാനത്തോടും സ്വസ്ഥതയോടും ആമേൻ ഈ രാത്രിയിലും ഈ ആത്മീയ കൂട്ടായ്മയിലായിരിക്കാൻ കർത്താവ് ഇടയാക്കിയല്ലോ. ദൈവത്തിന്റെ സ്നേഹത്തിനും കരുണയ്ക്കുമായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവസന്നിധിയിൽ അല്പസമയം താണിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണം. സ്വർഗീയ സാന്നിധ്യത്തിൽ ഇരുത്തണം. എല്ലാ പോരുകളും മാറിപ്പോട്ടെ യേശുവിന്റെ നാമത്തിൽ. അസ്തനാധികാരക ശമനരികതനഘടക ശംഭപ്രബലഘടകസ്യ ആമേ. കൂട്ടുകാരൻ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഈ പ്ലാറ്റ്ഫോമിനകത്ത് വ്യാപരിക്കട്ടെ കർത്താവേ. വലിയ ദൈവ പ്രവൃത്തി കാണുവാനിടയാക്കണം. വചനം പറയുന്ന അഭിഷിക്തനെ ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു സിസ്റ്റർ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ലൈനിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും വീണ്ടും ദൈവനാമത്തിലെ വന്ദനം ചൊല്ലുന്നു. ഒരു പ്രാർത്ഥനാ വിഷയം കൂടെ പറയാനുണ്ട്. പ്രിയ ലളിതയും തമ്പിയും നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നു. അവരുടെ യാത്രയെ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രിയ തമ്പിക്ക് ശരീര സൗഖ്യം ഇല്ല, എന്നാൽ പോയി മടങ്ങി വരുവോളും ദൈവകൃപയിൽ അവരെ കാക്കേണ്ടതിന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഓരോരുത്തരുടെയും പേഴ്സണൽ പ്രാർത്ഥനകളിൽ ആ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാം. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും വീണ്ടും ദൈവനാമത്തില് വന്ദനം ചൊല്ലുന്നു. വീഡിയോ ഓൺ ചെയ്യാൻ കഴിയുന്നവര് വീഡിയോ ഓൺ ചെയ്താൽ നന്നായിരിക്കും. കർത്താവിന്റെ ദാസൻ ജോയ് പാസ്റ്ററെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പലപ്പോഴും തൻ്റെ സാന്നിധ്യം നമ്മളുടെ മീറ്റിങ്ങുകൾക്ക് അനുഗ്രഹമാണ്.
കർത്താവിൻ്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. തൻ്റെ ശുശ്രൂഷകളെ ഓർത്ത് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. പാസ്റ്റർ ജോയി ശങ്കർ. സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹീതമായ നല്ല നിമിഷത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ എഡിസൺ ഫാമിലിയിലേക്ക് ദൈവദിനവുമായി നിൽക്കുവാൻ കർത്താവ് നൽകിയ നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യുന്ന ഞാൻ വളരെ സ്നേഹിക്കും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയ തോമസ് മത്തായി അങ്കിൾ, പ്രിയ ലെൻഡ ആൻറ്റി, മറ്റ് സന്നിഹിതരായ ദൈവമക്കൾ, ഇന്ന് ഈ വൈകിയ വേള ആരാധനയുടെ ആത്മീക നിർവൃതിയിലേക്ക് നമ്മെ കരം പിടിച്ച് നടത്തിയ പ്രിയ ജിനുചാൻ, മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ ലോകരക്ഷകനും വീണ്ടെടുപ്പുകാരനുമാകുന്ന യേശു കർത്താവിൻ്റെ നിസ്തുല്യമര നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഓർപ്പിച്ചുകൊണ്ട് ദൈവവചന ചിന്തകളിലേക്ക് വേഗത്തിൽ പ്രവേശിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ദീർഘനാളുകൾക്ക് ശേഷം വീണ്ടും വചനവുമായി നിൽക്കുവാൻ ഈ പ്ലാറ്റ്ഫോമിൽ ദൈവം എനിക്ക് നൽകുന്ന അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ എപ്പോഴും പറയുന്ന വാക്ക് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ദൈവവചന ചിന്തയിലേക്ക് പ്രവേശിക്കുന്നു. ദൈവവചനത്തിന് ഭയങ്കര ശക്തിയുണ്ട്. ആമേൻ. പ്രാർത്ഥിച്ചാൽ കാണാൻ കഴിയാതിരിക്കുന്നത്, ഉപവസിച്ചാൽ കാണാൻ പറ്റാതിരിക്കുന്നത് വചനത്തിന്റെ ശക്തിയാൽ ജനം അവിടവിടങ്ങളിലായി കണ്ടിട്ടുണ്ട്. അങ്ങനെ വചനത്തിന്റെ ശക്തിയാൽ അത്ഭുതങ്ങൾ കണ്ട ദൈവമക്കളാണ് ഈ രാത്രി എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്ത ടൈം സോണുകളിലായിരുന്നു കൊണ്ട് വചനം കേൾക്കുമ്പോൾ ഇന്ന് രാത്രിയിലും കുറച്ചുകൂടെ ഞാനതിനെ ഉറപ്പിച്ച് പറയാം. സ്നേഹിക്കേണ്ടവർ നമ്മെ തള്ളിക്കളയുമ്പോൾ, കരുതേണ്ടവർ നമ്മെ കുറ്റപ്പെടുത്തുമ്പോൾ, കൂടെ നിൽക്കേണ്ടവരൊക്കെ കുതികാല് വെട്ടുമ്പോൾ, മാനിക്കേണ്ടവർ നമ്മെ അപമാനിക്കാൻ തുടങ്ങുമ്പോൾ, താങ്ങേണ്ടവർ നമ്മെ തള്ളിക്കളയുമ്പോൾ, കരുതേണ്ടവർ വഴിമാറിക്കളയുമ്പോൾ, അടുത്തൊരു വഴി എങ്ങനെ വെളിപ്പെടുമെന്ന് പലതിനെ ചൊല്ലി ആകുലപ്പെട്ട് ജീവിതത്തിന്റെ ഉള്ളറകളിൽ നട്ടം തിരിഞ്ഞ സ്ഥാനത്ത് ഒറ്റവാക്കിൽ പറയാം, പിടിച്ചു നിർത്തിയത് ഒരു മനുഷ്യന്റെ വാക്കല്ല, പിടിച്ചു നിർത്തിയത് ഒരു പ്രവാചകന്റെ വാക്കല്ലെന്നേ. പ്രതിസന്ധിയുടെ കയങ്ങളിൽ ഞാൻ നിങ്ങൾ മുങ്ങിത്താണ് പോയപ്പോൾ നമ്മെ പിടിച്ചു നിർത്തിയത് വിശുദ്ധ തിരുവഴുത്തിലെ ദൈവശബ്ദമാണെന്ന് ഞാൻ ഉറക്കെ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഈ പ്ലാറ്റ്ഫോമിനെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതിശക്തരായ വചനത്തിന്റെ ആഴമേറിയ വെളിപ്പാടുകളുള്ള കർത്തൃദാസന്മാരുടെ നീണ്ട നിര കഴിഞ്ഞ നാളുകളിൽ ഈ പ്ലാറ്റ്ഫോമിൽ ശക്തമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് വചനത്തിന്റെ ശക്തി ഞാൻ പറയുന്നതിനേക്കാളേറെ നന്നായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ഇന്ന് രാത്രി അല്പചില മിനിറ്റുകൾ വചനചിന്തയിലേക്ക് നമ്മൾ ഒരുമിച്ച് വരികയാണ്. ഞാൻ ഇന്ന് രാത്രി എടുക്കുന്ന വാക്യം കണ്ട് നിങ്ങൾ പേടിച്ചോടരുത്. സാധാരണ പൊതുവിലൊരു ചിന്തയുണ്ട്, ജോയ് പാസ് വരുമ്പോൾ വലിയ പിടികിട്ടാത്ത കാര്യങ്ങളായിരിക്കാം പറയുന്നതെന്നൊരു ചിന്ത പൊതുവിൽ കണ്ടേക്കാം. അങ്ങനെ ചിന്തിക്കണ്ട. വാക്യം അല്പം കടുപ്പമാണെങ്കിലും അതിൻ്റെ ദൂതുകളിലേക്ക് വരുമ്പോൾ അത് നിങ്ങളോട് കൃത്യമായിട്ട് ഇടപെട്ടിരിക്കും. അതുകൊണ്ട് ഈ മീറ്റിങ്ങിൻ്റെ ഈ സന്ദേശം അവസാനിക്കുന്ന സമയം വരെയും എല്ലാ ദൈവമക്കളും വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കണം. ഇന്ന് പാടി ആരാധിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിനകത്തൊരു മാറ്റം വരുത്താൻ കർത്താവ് ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. ആമേൻ. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ആമേൻ. ഒരവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്താൻ ഇന്ന് രാത്രി ഒരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കും. ആ പ്രതീക്ഷയോടെ ഒരുമിച്ച് കർത്തൃസന്നിധിയിൽ ഇന്ന് രാത്രി ആയിരിക്കുമ്പോൾ നിങ്ങളോട് പറയാൻ എൻ്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് കൈമാറിയ ഒരു ദൂത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടതിന് ഞാനൊരു വാക്യം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരികയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം ഞാൻ ചിന്തയ്ക്കായി തിരഞ്ഞെടുക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാമത്തെ അധ്യായം അതിൻ്റെ 22-ാമത് വാക്യം ഞാൻ തന്നെ വായിക്കാം. അന്ന് വൽഗിതത്താൽ, ശൂരവൽഗിതത്താൽ കുതിരക്കുളമ്പുകൾ കട്ടനം ചെയ്തു. ഒന്നുകൂടെ ഞാൻ ആ വാക്യം വായിക്കുന്നു. അന്ന് വൽഗിതത്താൽ, ശൂരവൽഗിതത്താൽ കുതിരക്കുളമ്പുകൾ കട്ടനം ചെയ്തു. ഒരു നിമിഷം നമുക്ക് തിരുസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം.
എല്ലാ കണ്ണുകളും അടച്ച് ദൈവത്തോട് ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് ഓടി വരികയാണ്. ഈ നല്ല രാത്രി കർത്താവെ, ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുക്കുമ്പോൾ പിതാവ് ഞങ്ങളോട് ഇടപെടുന്നതിനായി സ്തോത്രം. എല്ലാ മഹത്വം അങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ കൂടിവരവിൽ സന്നിഹിതരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനത്തെ ഓർപ്പിച്ചുകൊണ്ട് ദൈവവചന ചിന്തകളിലേക്ക് ഇന്ന് രാത്രി നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരികയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം ബുക്ക് ഓഫ് ജഡ്ജസ് ചാപ്റ്റർ 5:22 ആണ് ഇന്ന് രാത്രി ചിന്തയ്ക്കായി നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. വാക്യം ഒരുപക്ഷെ ആദ്യമായി കാണുന്നവർ കണ്ടേക്കാം, അല്ലെങ്കിൽ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ളവരായിരിക്കാം. സാധാരണ ഈ വാക്യങ്ങളിൽ നിന്ന് അധികം ആരും പ്രസംഗിക്കാത്തൊരു വാക്യമാണെങ്കിലും നിങ്ങളോട് ബന്ധപ്പെട്ട് ചില ആത്മീയ വെളിപ്പാടുകൾ ഈ വാക്യത്തിനകത്ത് നിന്ന് പറഞ്ഞ് മുൻപിലേക്ക് ഓടി വരാൻ താല്പര്യപ്പെടുകയാണ്. നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെയാണ്: അന്ന് വൽഗിതത്താൽ, ശൂരവൽഗിതത്താൽ കുതിരക്കുളമ്പുകൾ കട്ടനം ചെയ്തു. വാക്യം കണ്ട് പേടിച്ചു പോകണ്ട, അതിന്റെ അർത്ഥം പറഞ്ഞു തരാം. അന്ന് വൽഗിതത്താൽ, ശൂരവൽഗിതത്താൽ, അഥവാ അവിടെ ആ വാക്യം വായിക്കുമ്പോൾ അതിനകത്തൊരു ജീവിയുടെ ചിത്രം കാണാനായി കഴിയും. ആ ജീവിയുടെ പേര് അവിടെ പറയുന്നുണ്ട്, കുതിര. പിടികിട്ടുന്നുണ്ടോ? അപ്പൊ എന്താണ് ആ പദത്തിന്റെ അർത്ഥം? ഇനി ഒന്നുകൂടെ പറയാം. ഈ വാക്യത്തിൽ രണ്ട് പ്രധാനപ്പെട്ട പദങ്ങൾ കാണാൻ കഴിയും. ഒന്നാമത്തേത് വൽഗിതത്താൽ, രണ്ടാമത്തേത് ശൂരവൽഗിതത്താൽ. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? അർത്ഥം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. വൽഗിതത്താൽ എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം കുതിച്ച് ചാടുന്നതിലൂടെ, അഥവാ വേഗതയോടെ ഓടുന്നതിലൂടെ. അതാണ് ആ വാക്കിന്റെ അർത്ഥം. ഒന്നുകൂടെ ഞാൻ പറയാം. കുതിച്ച് ചാടുന്നതിലൂടെ, അഥവാ വേഗതയോടെ ഓടുന്നതിലൂടെ. അപ്പോ കുതിരകൾ കുതിച്ച് ചാടി ഓടുന്നതിനെയാണ് ആ പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി കുറച്ചുകൂടെ അതിന്റെ തീവ്രത മനസ്സിലാകാൻ അടുത്ത വാക്ക് ശൂരവൽഗിതത്താൽ. എന്താണ് ആ പദത്തിന്റെ അർത്ഥം? ശൂരവൽഗിതത്താൽ. ശൂരവൽഗിതം എന്ന് പറയുമ്പോൾ അതിന്റെ ആദ്യത്തെ ആ പദം ഒന്ന് നോക്കിക്കേ. ശൂര എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ധീരമായ, അഥവാ ശക്തിയുള്ള, അഥവാ വീരത്വമുള്ള എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. മനസ്സിലാകുന്നുണ്ടോ? വൽഗിതം എന്ന് പറഞ്ഞാൽ കുതിരകൾ കുതിച്ചു ചാടുന്നതിലൂടെ, വേഗതയോടെ പോകുന്നതിലൂടെ. ഇനി ശൂര എന്ന് പറഞ്ഞാൽ ശൂരവൽഗിതം, വീരത്വത്തോടെ എന്ന് പറഞ്ഞാൽ ധീരമായി എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. കുറച്ചുകൂടെ ലളിതമാക്കാം. ഒരു കൂട്ടം കുതിരകൾ ധീരതയോടെ ഓടാൻ ശ്രമിക്കുന്ന ഒരു ആശയമാണ് ഈ പദത്തിനകത്ത് കാണാൻ കഴിയുന്നത്. ഞാൻ നിങ്ങളിലേക്ക് ആ ദൂതിനെ കൊണ്ടുവരാം. നമുക്കെതിരെ എഴുന്നേൽക്കുന്ന ശത്രുപാളയം നമ്മുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ ധീരമായി എത്ര ഓടി മറയാൻ ശ്രമിച്ചാലും അനങ്ങാൻ കഴിയാതെ ഇന്ന് രാത്രി നിഷ്ഫലമാക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഈ സന്ദേശത്തിൽ നമ്മുടെ വിഷയത്തിന്റെ നടുവിൽ വെളിപ്പെടുമെന്ന് ഞാൻ പറഞ്ഞാൽ അതങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ കുറച്ചുകൂടെ വാക്യത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാം. ശ്രദ്ധിക്കുക. നമ്മൾ സാധാരണ ഈ ന്യായാധിപന്മാരുടെ പുസ്തകം മറ്റ് ആശയങ്ങളിലാണ് കേൾക്കാറുള്ളത്. ഒരു ക്ലാസ് എടുക്കുന്നത് പോലെ പറഞ്ഞ് മുൻപിലേക്ക് വരാം. നിങ്ങളുടെ മനസ്സിൽ ഇത് പതിയണം. എന്താണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിന്റെ പ്രത്യേകത? നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനത ദൈവത്തെ ഉപേക്ഷിച്ച് സ്വന്തം വഴികളിൽ നടക്കുന്ന കാലം. ആരെയാണ് ഉപേക്ഷിച്ച്? ഇസ്രായേൽ ദൈവത്തെ ഉപേക്ഷിച്ച് സ്വന്തം വഴികളിൽ നടക്കുമ്പോൾ അത് നിമിത്തം അവരെ ശത്രുവിന്റെ കയ്യിൽ ദൈവമേൽപ്പിക്കുകയാണ്. പിന്നത്തേതിൽ അവർ നിലവിളിക്കാൻ തുടങ്ങുമ്പോൾ അതാത് ഘട്ടങ്ങളിൽ ന്യായാധിപന്മാരെ അയച്ച് അവരെ വിടുവിക്കുന്ന ഒരു കാലഘട്ടത്തെ വിവരിച്ചുകൊണ്ടാണ് ന്യായാധിപന്മാരുടെ പുസ്തകം നിലകൊള്ളുന്നത്. അത്രയും മനസ്സിലായല്ലോ? ഒന്നും കൂടെ പറയാം. ഇസ്രായേൽ ജനത ദൈവത്തെ ഉപേക്ഷിച്ച് സ്വന്തം വഴികളിൽ നടക്കുകയും തന്മൂലം
ശത്രുക്കളുടെ കയ്യിൽ അകപ്പെടുകയും പിന്നത്തേതിൽ ദൈവത്തോട് നിലവിളിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അവരെ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ച് അവരെ വിടുവിക്കും. അങ്ങനെ ഒരു കാലഘട്ടത്തെ വിശദീകരിക്കുന്ന ഒരു പുസ്തകമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ചിലരെ വിടുവിക്കാൻ നിന്റെ മുറിക്കകത്തൊരുവന്റെ സാന്നിധ്യം ഇറങ്ങി വരികയാണെന്ന് ഞാൻ പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർക്ക് ആമേൻ പറഞ്ഞ ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? കുറച്ചുകൂടി ഞാനത് ലളിതമാക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിന്റെ പശ്ചാത്തലം കുറച്ചുകൂടി ഞാൻ ഡീപ്പായി പറയുമ്പോൾ പിടികിട്ടും. അവിടെ ദബോര എന്ന് പറയുന്ന ഒരു പ്രവാചകിയും ബാരാക്ക് എന്ന് പറയുന്ന ഒരു ന്യായാധിപനും ചേർന്ന് കനാന്യ രാജാവായ യാബീന്റെ സേനാധിപതിയായ സീസരയുടെ സൈന്യത്തിന് നേരെ നേടിയെടുത്ത മഹത്തായ ഒരു വിജയത്തെ കുറിച്ചാണ് ഈ ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നത്. ആമേൻ. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ഇതുവരെ പ്രാർത്ഥിച്ചിട്ടും ഒരു ജയം കാണാതിരിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ ഈ ഏപ്രിൽ മാസം തീരുന്നതിനകത്തൊരു ജയം വെളിപ്പെടാൻ പോകുകയാണ്. സ്തോത്രം. കഴിഞ്ഞ ആഴ്ച നല്ലൊരു സന്ദേശമാണ് നമ്മൾ കേട്ടത്. ശത്രു നമുക്കെതിരെ പ്രബലനാകരുത്. അതിൻ്റെ നടുവിൽ ശത്രുവിനെ ചവിട്ടി ജയിച്ച് നിലവിളിച്ച് പുറത്തു വരാൻ ഒരു തലമുറ തയ്യാറായാൽ അതിൻ്റെ നടുവിൽ ഒരു വീര്യമുള്ള ഭുജമിറങ്ങുമെന്ന് കഴിഞ്ഞ ഫ്രൈഡേ നമ്മൾ കേട്ടതാ. അതിൻ്റെ അടുത്ത തലമാണ് ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. ആമേൻ. ചിലത് ജയിക്കാൻ പോകുകയാ. സ്തോത്രം. എന്താണ് ഈ വാക്യത്തിന്റെ പശ്ചാത്തലം? കുറച്ചുകൂടി ലളിതമാക്കാം. കനാനിലെ ഹാസോർ എന്ന് പറയുന്ന സ്ഥലം ഭരിച്ചിരുന്ന ഒരു രാജാവുണ്ട്. യാബീൻ എന്നാണ് ആ രാജാവിന്റെ പേര്. ആ രാജാവിന്റെ സേനാധിപതിയായ സീസരെ 900 ഇരുമ്പ് രഥങ്ങളുള്ള ഒരു വലിയ സൈന്യമായി ഇസ്രായേൽ ജനതയെ 20 വർഷം അടിച്ചമർത്തി ഒതുക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒന്നുകൂടെ പറയാം. കനാന്യ രാജാവായ യാബീൻ അവന്റെ സേനാധിപതിയായ സീസരെ 900 ഇരുമ്പ് രഥങ്ങളുമായി ഇസ്രായേൽ മക്കളെ 20 വർഷം അടിച്ചമർത്തിയിരുന്നു. ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുകയാണ്. വർഷങ്ങളായി, നാളുകളായി നിന്നെ അടിച്ചമർത്തി ഒരു വിടുതൽ നിന്റെ കുടുംബത്തിനകത്ത് കാണരുത്. തലമുറയെ ഒതുക്കി, ഭവനത്തെ ഒതുക്കി, നന്മകളെ പ്രാപിച്ച് കയറി വരരുത് എന്ന് പറഞ്ഞ് പാരമ്പര്യത്തിന്റെ മേഖലകൾ അടിച്ചമർത്തി ഒതുക്കി വെക്കുന്നതിനെ ഇന്ന് രാത്രി അഴിക്കാൻ ഒരു ഉടയവൻ നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ഇറങ്ങുകയാണെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേര് ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്തും? സ്തോത്രം. ഇവിടെ 20 വർഷം 900 ഇരുമ്പ് രഥങ്ങളുമായി ഇസ്രായേലിനെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേലിൽ വീരവനിതയായ ദബോരയും സൈന്യാധിപനായ ബാരാക്കും കനാന്യ രാജാവായ യാബീന്റെ സൈന്യാധിപൻ സീസരയോട് യുദ്ധം ചെയ്ത് വിജയിച്ചതിന് ശേഷമുള്ള ഒരു സ്തുതിഗീതമാണ് 5-ാമത്തെ അധ്യായത്തിൽ 22-ാം വാക്യത്തിൽ കാണുന്നത്. ശ്രദ്ധിക്കുക. കുറച്ചുകൂടെ കയറി പറഞ്ഞാൽ ഇസ്രായേലിനെ ആക്രമിക്കേണ്ടതിന് വേണ്ടി ഒരു കൂട്ടം സൈന്യം 900 ഇരുമ്പ് രഥങ്ങളുമായി കയറി വരുമ്പോൾ സ്തോത്രം, ഇസ്രായേലിന് ആയുധ ബലമില്ല, ഇസ്രായേലിന് രാഷ്ട്രീയ ബലമില്ല, ഇസ്രായേലിന് സാമ്പത്തിക ബലമില്ല, ഇസ്രായേലിന് പറയത്തക്ക മഹിമ ഒന്നുമില്ല. പക്ഷേ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ നാം ഈ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം എന്ത് ചെയ്യുന്നു അറിയാമോ? കേവലം ഒരു മഴയങ്ങോട്ട് പെയ്പ്പിച്ചേച്ച് കീശോൻ തോടിന്റെ അരികിൽ നടന്ന ഈ യുദ്ധത്തിൽ ഒരു
മഴ വെളിപ്പെടുത്തി ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രകൃതിയെ അനുകൂലമാക്കിയേച്ച് ആമേൻ തന്റെ ജനത്തിന് ഒരു ജയം കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ, ആ മഴയുടെ വെള്ളത്തിൽ ഈ 900 ഇരുമ്പ് രഥങ്ങൾ ചെളിയിൽ മുങ്ങുകയാ. അങ്ങനെ ചെളിയിൽ മുങ്ങി ഈ രഥങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആവലോടെ, ശക്തിയോടെ, ധീരതയോടെ മുൻപോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ ഇടപെടലിന്റെ മുൻപിൽ പോകാൻ കഴിയാതെ, അനങ്ങാൻ കഴിയാതെ ആ ചെളി വെള്ളത്തിൽ സ്ട്രക്കായി നിൽക്കുമ്പോൾ, അതാണ് നമ്മൾ വായിച്ചത്, അന്ന് വൽഗിതത്താൽ, ശൂരവൽഗിതത്താൽ എന്ന് പറഞ്ഞാൽ ശക്തിയോടെ ഇവർ ഓടി മറയാൻ ശ്രമിക്കുന്നുണ്ട്. ശക്തിയോടെ കഴിവിന്റെ പരമാവധി ഇവർ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ദൈവം ഇടപെടാൻ തുടങ്ങിയപ്പോൾ ശത്രു ചാലിക്കാൻ ഇടവരാതെ കുതിരയുടെ കുളമ്പുകൾ കൊണ്ട് ശബ്ദമുണ്ടാക്കി മോടി മറയാൻ ശ്രമിക്കുന്നെങ്കിലും അതിന് ആവതില്ലാതെ അവൻ പരാജയപ്പെട്ടു പോകുന്ന ഒരു ചിത്രമാണ് ഈ വാക്യത്തിനകത്ത് കാണുന്നത്. ഇന്ന് രാത്രി ദൈവം ഇടപെടുകയാണ്. നിന്നെ മുച്ചോട് മുടിച്ചു കളയാൻ, നിന്റെ കുടുംബത്തെ തകർത്ത് കളയാൻ, നിന്റെ തലമുറയുടെ വഴിയടയ്ക്കാൻ, ജീവിതത്തിനകത്ത് നന്മ കാണരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലകളിൽ ആമേൻ ഭീതി മുഴക്കിയ ചില ശത്രുപാളയം, ആമേൻ കുതിരക്കുളമ്പുകൾ അവൻ അനങ്ങാൻ കഴിയാതെ നിഷ്ഫലമായി പോകുന്നത് പോലെ ചിലത് നിനക്ക് മുൻപിൽ സൈലന്റ് ആകുകയാണെന്ന് ഇന്ന് രാത്രി ആത്മാവ് ദൂത് പറയുമ്പോൾ വചനത്തിന്റെ വെളിപ്പാടിൽ അത് ഏറ്റെടുക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. സ്തോത്രം. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആത്മാവിൽ ഇന്ന് രാത്രി നിങ്ങൾ സ്തോത്രം പറയണം. ചിലത് നിഷ്ഫലമാകുക, ചിലത് സൈലന്റ് ആകുക. കാറ്റേ കടലേ ശാന്തമാകാന്ന് കൽപ്പിച്ചപ്പോൾ അവൻ ഉടയവന്റെ വാക്കിന് മുന്നിൽ സകലതും നിഷ്ഫലമായി മാറിയെങ്കിൽ ഇന്ന് രാത്രി ദൈവം പറയുന്നു, 20 വർഷം ഇസ്രായേലിനെ ചമർത്തി വെച്ചതുപോലെ ഉടവലക ശംധനാദിയ നിന്നെ അടിച്ചമർത്തിയിരിക്കുന്ന ആ വിഷയത്തെ നീ ജയിക്കാൻ പോകുകയാണ്. കാരണം എന്നാന്നറിയോ അമ്മമ്മേ, ഈ വാക്യം വായിക്കുമ്പോൾ പെട്ടെന്ന് അല്പം കടുപ്പമാണെന്ന് തോന്നിയാൽ ദൂത് പറയാം. 20 കൊല്ലം കൊണ്ട് അടിച്ചമർത്തിയ വിഷയം ഇന്ന് തീരാൻ പോകുക. ഞാൻ എത്ര പേരുടെ കൂടെ ഉണ്ട്? കൊല്ലങ്ങളായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ വർഷങ്ങളായി അനുഭവിക്കുന്ന ചില ദുരിതങ്ങൾ ഇന്ന് രാത്രി ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോകുകയാണ്. ഇതിന്റെ പുറകിൽ വെളിപ്പെട്ടത് എന്നാന്നറിയോ? ഇസ്രായേൽ തുറന്ന് അധരം തുറന്ന് നെഞ്ചു തകർന്ന് ദൈവസന്നിധി നിലവിളിക്കുക, കർത്താവ് ഈ സൈന്യത്തെ നേരിടാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. ഇന്ന് രാത്രി അനുഭവിക്കുന്ന ചില കണ്ണുനീരിന്റെ അനുഭവങ്ങൾ, അവയെ നീർച്ചുടിയുടെ അനുഭവങ്ങൾ ജീവിതത്തിന്റെ അകത്ത് വരുമ്പോൾ ഫേസ് ചെയ്യാനാവലില്ലാതെ അവയെ മനസ്സുടഞ്ഞ് തകർന്ന് വേദനിക്കുന്ന കൂടപ്പിറപ്പെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിനക്ക് ചിലത് സൈലന്റ് ആകാൻ പോകുകയാ. സ്തോത്രം. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? മനസ്സിലാകുന്ന ദൈവമക്കളെ ഓർത്തിന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പേര് പറഞ്ഞ് ദൂത് പറയാൻ പറ്റിയില്ലെങ്കിലും വചനത്തിന്റെ ദൈവം പറയുന്നു ചിലത് സൈലന്റ് ആകാൻ പോകുക. നിങ്ങൾ നോക്കിക്കേ, ഇസ്രായേലിനെതിരെ വരുന്ന ശക്തി ചെറുതല്ല. 900 ഇരുമ്പ് രഥങ്ങളാ. എന്താ 900 ഇരുമ്പ് രഥങ്ങളുടെ പ്രത്യേകത? ഞാൻ പറയാം, മാനസികമായി സ്വാധീനിക്കാൻ കഴിവുള്ളതാണ് ഈ 900 ഇരുമ്പ് രഥങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ സാധാരണ ഒരു പോലീസ് ജീപ്പ് വന്നിറങ്ങിയാൽ നമുക്ക് വലിയ ഭയമില്ല, നമുക്കത് കണ്ടാൽ ഒന്നും തോന്നുകയല്ല. എന്നാൽ വമ്പൻ മിസൈലുകളുമായി പാറ്റൻ ടാങ്കുകൾ നമ്മുടെ ആ നാട്ടിൽ വന്നിറങ്ങിയാൽ ഒരു ഭയം അകത്ത് കയറി വരുന്നത് പോലെ
ഇസ്രായേലിനെ കുറെ കാലമായി മാനസികമായി ഭീതിപ്പെടുത്തക്ക നിലകളിൽ, മാനസികമായി സ്വാധീനിക്കത്തക്ക നിലകളിൽ 900 ഇരുമ്പ് രഥങ്ങളെ പോലെ ചിലത് ഇന്ന് രാത്രി ഉയർന്നു നിൽക്കുമ്പോൾ എത്രവർക്ക് മനസ്സിലാകുന്നുണ്ട്? ആരോടും പറയാതെ അമ്മമ്മയെ കേൾക്കുന്നുണ്ടോ? ഇന്ന് രാത്രി വീഡിയോ ഓഫ് ചെയ്തിരുന്നാലും ഓൺ ചെയ്തിരുന്നാലും പരിശുദ്ധാത്മാവ് നിന്നെ നോക്കി പറയുന്നു, നിന്റെ ആ അഭിമാനം ഓർത്തേച്ചാണ് നീ പലതും ആരോടും പറയാതിരിക്കുന്നത്. നിന്റെ നീർപ്പുകയുന്ന വേദനയുടെ സാഹചര്യങ്ങൾ അടുത്തിരുന്ന് കൈയടിക്കുന്ന വ്യക്തിക്ക് പോലും തിരിച്ചറിയാൻ കഴിയാതെ, നിന്റെ ഓഫീസിൽ നിന്റെ സഹപ്രവർത്തകരായി ജോലി ചെയ്യുന്ന പലർക്കും മനസ്സിലാകാൻ കഴിയാതെ മാനസികമായി നിന്നെ സ്വാധീനിച്ചുകൊണ്ട് നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ മുടക്കി, ആരാധന ജീവിതത്തെ തകർത്ത്, ആത്മീക മണ്ഡലങ്ങളെ ഉടച്ചു കളഞ്ഞുകൊണ്ട് കഴിഞ്ഞ 20 വർഷമായി ഇസ്രായേലിൽ എഴുന്നേറ്റ് നിന്ന ശക്തിയെ പോലെ ഏതോ ചില വിഷയങ്ങളിൽ നിന്റെ കുടുംബത്തെ അടിച്ചമർത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെ ആമൻ തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആമൻ തീ തട്ടുമ്പോൾ മെഴുകുന്നത് പോലെ ചിലത് ഒഴിമാറുകയാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ എന്റെ കൂടെയുണ്ടെങ്കിൽ നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുക. ഇവിടെ കീശോൻ പുഴയുടെ അരികിൽ വെച്ച് ഒരു യുദ്ധം നടക്കുകയാ. ആരൊക്കെയാ? ഇസ്രായേലും സീസരയുടെ 900 ഇരുമ്പ് രഥങ്ങളുമായിട്ട് യുദ്ധം നടക്കുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി പ്രകൃതിയെ അനുകൂലമാക്കി. ആർക്ക്? പ്രാർത്ഥിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി പ്രകൃതി അനുകൂലമാക്കി ഒരു മഴ പെയ്യിപ്പിക്കുകയാണ്. ആ മഴ ഒരു വെള്ളപ്പൊക്കമായി മാറി. ഈ വെള്ളപ്പൊക്കത്തിൽ രഥങ്ങൾ ചെളിയിൽ താഴ്ന്നു പോകുകയാണ്. ആ ചെളിക്കകത്ത് കിടന്നുകൊണ്ട് ആമേൻ അടുത്ത തകർച്ച വരാതിരിക്കാൻ ഈ രഥങ്ങൾ ഓടാൻ ശ്രമിക്കുമ്പോൾ കണ്ടോ, കുതിരക്കുളമ്പുകൾ അമ്നവൽഗിതത്താൽ എന്ന് പറഞ്ഞാൽ കുതിച്ച് ചാടുന്നതിലൂടെ ശൂരവൽഗിതത്താൽ ധീരമായി ത്തോടെ ഈ ചെളിയിൽ നിന്ന് ാൻ ശ്രമിക്കുകയാ. ശത്രു ഓടി മറയാൻ ശ്രമിക്കുക. ഇന്ന് രാത്രി ആത്മാവിൽ പറയാം, നിന്റെ കൈക്ക് കേൾക്കുന്നത് പോലെ ഏത് അണലി ഏറിപ്പിടിച്ചാലും നിന്റെ അപരത്തിൽ നിന്ന് പ്രാർത്ഥനയുടെ തീ ഉയർന്നാൽ അതിനു മുമ്പിൽ അനങ്ങാൻ കഴിയാതെ ചിലത് നിഷ്ഫലമായി തീരുമെന്ന് ഞാൻ ആത്മാവിൽ പറഞ്ഞാൽ എത്ര പേർക്ക് ഇന്ന് രാവിലെ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ശത്രുക്കളുടെ ശക്തരായ കുതിരപ്പടയാളികളുടെ കുളമ്പുകൾ ചെളി വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ട് കുഴഞ്ഞു മറിഞ്ഞു ഓടാൻ ശ്രമിക്കുമ്പോൾ അവ നിഷ്ഫലമായി തീരുന്ന ഒരു ദയനീയ കാഴ്ചയാണ് ഇവിടെ ദബോര വർണ്ണിക്കുന്നത്. അതിന് കാരണം എന്നാന്നറിയോ? ഈ കുതിരകൾ ഓടാൻ ശക്തിയോട്, നമുക്കറിയാം പവർ നമ്മൾ എങ്ങനെയാ മെഷർ ചെയ്യുന്നത്? ഹോഴ്സ് പവർ അല്ലെ? കുതിര ശക്തി എന്ന അളവിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതിന്റെ അർത്ഥം കുതിരയുടെ പവർ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. അതിനേക്കാൾ അപ്പുറം ഹൈ പവറാണ്. ശ്രദ്ധിക്കുക, ഈ കുതിരകളെല്ലാം കൂടെ ഓടാൻ ശ്രമിക്കുക. കാരണം ഇത് പക്ഷെ അനങ്ങുന്നില്ല. അതിന് കാരണം എന്നാന്നറിയോ? 2 കാരണമാ. ഒന്ന്, ദൈവത്തിന്റെ ഇടപെടൽ അവരുടെ സൈനിക ശക്തിയെ പൂർണ്ണമായും തകർത്തു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മ പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി ഇടപെടാൻ പോകുകയാ. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ആമേൻ. ദൈവം ഇടപെടാൻ പോകുക. അടുത്ത ദൂത് പറയാ, ദൈവ ശക്തിക്ക് മുൻപിൽ ഭൗതികമായ ഒരു ശക്തിക്ക് നിലനിൽക്കാനാകുകയല്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേരിന്റെ കൂടെയുണ്ട്? ആമേൻ. ഇന്ന് പകൽ ബ്രദർ രൂപൻ നിനക്ക് മുമ്പിൽ ഇന്ന് രാവിലെ ദൈവം പറയുന്നു, നീ ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോ. നിനക്ക് മുമ്പിൽ ഒരു ശക്തിക്ക് നിൽക്കാൻ കഴിയുകയല്ല. പ്രാർത്ഥിക്കുന്ന മാതാവേ, നിനക്ക് മുമ്പിൽ ഒരു ശക്തിക്ക് നിൽക്കാൻ കഴിയത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? കാരണം ഇന്ന് രാത്രി എന്നോട് ദൈവം പറയുന്നു, എന്റെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ ഇടപെടാൻ പോകുകയാ. നിന്നെ വിളിച്ചത് ഈ വെള്ളം
ത്തിനകത്ത് ചെളിക്കകത്ത് കിടന്ന് കുഴഞ്ഞു മറിയാനല്ല നിന്നെ വിളിച്ചത്. അതിന്റെ നടുവിൽ ജയഭേരി ഉയർത്താനാ. അവൻ നമുക്കറിയാവുന്ന പലരും ഇവിടെ മണ്ണിന് വളമായി തീർന്ന സ്ഥാനത്ത് ആയുസ്സിന് കേടുവരാതെ, ആയുസ്സിന് ഹാനി വരാതെ നിന്നെ പ്രൊട്ടക്ട് ചെയ്ത് ദൈവം നിന്നെ ഇന്നൊരു ദിവസം അനുവദിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിലെ റീസൺ ഞാൻ പറയാം. നിന്റെ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഒരു ജയഗീതം നീ പാടാൻ പോകുകയാണ്. നിനക്കെതിരെ 900 അല്ല 90,000 രഥങ്ങൾ പ്രാർത്ഥിക്കുന്ന കൂടപ്പറപ്പ ഇന്ന് രാത്രി ദൈവം നിന്നോട് ദൂത് പറയുകയാ. അവൻ 900 അവൻ അല്ല 90,000 നിനക്കെതിരെ കയറി ഇറങ്ങി വന്നാലും അതിന്റെ നടുവിൽ നിന്റെ പ്രാർത്ഥനയുടെ ആ ഫലം നീ ഉയർത്തുമ്പോൾ നീ പോലും തിരിച്ചറിയാത്ത നിലകളിൽ നിനക്ക് വേണ്ടി സ്വർഗം ഇടപെടാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേരെന്റെ കൂടെയുണ്ട്? ഇസ്രായേലിന് ശക്തിയില്ല കേട്ടോ. അമേൻ. സീസരയുടെ 900 ഇരുമ്പ് രഥങ്ങൾ ഇസ്രായേലിനില്ല. പക്ഷേ അതിന്റെ നടുവിൽ പ്രാർത്ഥിക്കുന്ന ഒരു അധരമുണ്ടെങ്കിൽ, കമോൺ കമോൺ, നിങ്ങൾ എന്റെ കൂടെയില്ല. പ്രാർത്ഥിക്കുന്ന ഒരു നാവിന്റെ മകൾ ഉയരുമെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു ശബ്ദം ഇന്ന് രാത്രി ഇവിടെ ഉയരുമെങ്കിൽ നിന്റെ മുന്നിൽ ചിലത് നിഷ്ഫലമാകാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഇനി ആ ശക്തി ചലിക്കുകയല്ല. ആമേൻ ആമേൻ. ലിൻഡാൻഡി ആത്മാവിലെ ദൂതെടുക്ക ഏറ്റെടുത്തോ. ഇനി അത് ചലിക്കുകയല്ല. രക്തം ജയമെടുക്കുന്നു. ഇതുവരെ നിന്നെ തകർക്കാൻ എഴുന്നേറ്റത് റബന ഹംദൽ ഖനാധികത ഘടകസിയ അവൻ നിനക്കെതിരെ തല ഉയർന്നു നിന്നത് നിന്നെ മാനസികമായി സ്വാധീനിച്ച് നീ ആ വിഷയത്തെ വലുതായി കാണരുത്. നിന്റെ ദൈവത്തെ നീ വലുതായി കാണ്. പ്രശ്നത്തെ അല്ല നീ വലുതായി കാണേണ്ടത്. പ്രശ്നത്തിനകത്ത് ഇറങ്ങി വരുന്ന ഉടയവനെ നീ വലുതായി കാണ്. ഇന്ന് രാത്രി ദൈവം പറയുന്നു, അവൻ ഞാൻ എന്റെ ജനത്തിന് വേണ്ടി ഇടപെടാൻ പോകുകയാണ്. അന്ന് വൽഗീതത്താൽ, ശൂരവൽഗീതത്താൽ കുതിരക്കുളമ്പുകൾ ചാടി ഓടാൻ ശ്രമിക്കുകയാ, ചാടി മറിയാൻ ശ്രമിക്കുക. പക്ഷെ അനങ്ങുന്നില്ല. കാരണം എന്നാ? അവൻ 2 റീസൺ. ഒന്ന്, ദൈവത്തിന്റെ ഇടപെടൽ ജനത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. അവൻ ദൈവം നിനക്ക് വേണ്ടി ഇടപെടാൻ തുടങ്ങിയാൽ അമ്മ ഇന്ന് രാത്രി ആ രോഗത്തിന്റെ കെട്ട് അഴിയും. എത്ര പേര് ആമേൻ പറഞ്ഞു ദൈവത്തെ സ്തുതിക്കും. ദൈവം ഇടപെടാൻ തുടങ്ങിയാൽ നിന്റെ തലമുറയുടെ ഭാവിക്കെതിരെ കെട്ടിയ കെട്ടുന്ന രാത്രി അഴിയും. കമാ, നിന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസം ആമേൻ ഇന്ന് രാത്രി പകുതി വഴിക്ക് ദൈവാത്മാവ് എന്നോട് പറയുന്നു. നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിപ്പിക്കത്തില്ലെന്ന് വാതുകെട്ടി പിശാചി അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ശബ്ദമുയർത്തിക്കോ. ദൈവം ഇടപെടുക. ഒരു മഴ അയച്ച് ഇസ്രായേലിന് ജയം കൊടുത്തവൻ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചലിക്കുകയാ. കഴിഞ്ഞ ദിവസം ദൈവാത്മാവ് ഇടപെട്ടു. ശത്രു പ്രബലനായിക്കൊണ്ടിരിക്കുന്നു. ശത്രു പ്രബലനാകുമ്പോൾ അവൻ നിലവിളിക്കുന്നതിന് വേണ്ടി ദൈവം ജയത്തിന്റെ കൊടി ഉയർത്താൻ ഈ രാത്രി ഇറങ്ങി വരികയാ. വിശ്വസിക്കുന്നവർ കരമുയർത്തി ഹല്ലേലൂയ. സ്തോത്രം. ശ്രദ്ധിക്കുക, ഞാൻ ആ വാക്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. നമ്മളെടുത്ത വാക്യം, അന്ന് വൽഗീതത്താൽ, ശൂരവൽഗീതത്താൽ കുതിരക്കുളമ്പുകൾ കട്ടനം ചെയ്തു. അപ്പം വാക്യത്തിന്റെ അർത്ഥം മനസ്സിലായല്ലോ. ആമേൻ. സീസരയുടെ രഥങ്ങളും കുതിരകളും കട്ടനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആമേൻ ശൂരവൽഗീതത്താൽ ധീരതയോടെ ഓടാൻ ശ്രമിക്കുന്നു. കുതിച്ച് ചാടി ഓടാൻ ശ്രമിക്കുക. പക്ഷെ അനങ്ങുന്നില്ല. കാരണം എന്നാ? ഇസ്രായേലിന്റെ പ്രാർത്ഥനയാ. നിങ്ങൾ എന്റെ കൂടെ ഇല്ല. ആമേ സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. പക്ഷേ ഹൃദയം പൊട്ടിയുള്ള നിന്റെ നിലവിളിയുടെ മുൻപിൽ ഇനി എന്റെ ദൈവത്തിന് അടങ്ങിയിരിക്കാൻ കഴിയല. വിശ്വസിക്കുന്ന എത്ര പേരെന്റെ കൂടെയുണ്ട്? സ്തോത്രം. നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാ. ലിസൺ മീ. ഈ ഭാഗം പഠിക്കുമ്പോൾ 5 കാര്യങ്ങൾ, പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ ഈ വാക്യത്തിനകത്തുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം. 5 കാര്യങ്ങൾ ഈ വാക്യത്തിനകത്തുണ്ട്. എന്താണ് 5 കാര്യങ്ങൾ? നമ്പർ 1, ദൈവത്തിലുള്ള ആശ്രയം ഈ വാക്യത്തിനകത്ത് കാണാൻ പറ്റും. എന്താണ്? ദൈവത്തിലുള്ള ആശ്രയം. കേൾക്കുന്നുണ്ടല്ലോ? എന്റെ ശബ്ദം ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടല്ലോ? യെസ്.
നമ്പർ 1, ഈ വാക്യത്തിനകത്ത് നമുക്ക് ഹൈഡഡ് ആയിരിക്കുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമ്പർ 1, ദൈവത്തിലുള്ള ആശ്രയം. ഞാൻ അത് വിശദീകരിക്കാം. 2, ദൈവിക ഇടപെടൽ. സ്തോത്രം. എന്താണ്? ദൈവിക ഇടപെടൽ. 3-ാമത്തേത് ശത്രുവിന്റെ ശക്തിയുടെ തകർച്ച. സ്തോത്രം. 3-ാമത്തെ കാര്യം, ശത്രുവിന്റെ ശക്തിയുടെ തകർച്ച. 3-ാമത്തത്. ഇനി 4-ാമത്തത്, ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. സ്തോത്രം. 4, ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഞാൻ എഴുതിയെടുക്കുന്നവരെ കാണുന്നു, അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയാം. സ്തോത്രം. ആമേൻ. 4, ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. 5, ഈ വാക്യത്തിനകത്ത് മറഞ്ഞിരിക്കുന്ന 5-ാമത്തെ കാര്യം, വിജയത്തിന്റെ ഉറപ്പ്. സ്തോത്രം. വിജയത്തിന്റെ ഒരു ഉറപ്പ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു. ഈ സിമ്പിൾ ആയിരിക്കുന്ന 2 സെന്റൻസ്, ഒറ്റ സെന്റൻസിൽ നിൽക്കുന്ന ഈ വാക്യത്തിൽ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറഞ്ഞിരിക്കുകയാണ്. 1, ദൈവത്തിലുള്ള ആശ്രയം. 2, ദൈവിക ഇടപെടൽ. 3, ശത്രുവിന്റെ ശക്തിയുടെ തകർച്ച. 4, ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. 5, വിജയത്തിന്റെ ഉറപ്പ്. സ്തോത്രം. ഈ ചരിത്ര സംഭവത്തിൽ നിന്ന് നമുക്ക് നിരവധി ആത്മീയ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും. എന്താണ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്? 5 കാര്യങ്ങൾ. എല്ലാമൊന്നും പറയുന്നില്ല, 1-2 ജസ്റ്റ് ഒന്ന് തൊട്ടുവിടാം. 1-ാമത്തേത്, ദൈവത്തിലുള്ള ആശ്രയം. എന്താണ് ദൈവത്തിലുള്ള ആശ്രയം? ശ്രദ്ധിക്കുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, സീസരയുടെ സൈനിക ബലം ആ കാലഘട്ടങ്ങളിൽ വളരെ അജയമായിരുന്നു, എന്ന് പറഞ്ഞാൽ ഹൈ ലെവലായിരുന്നു. എന്നാൽ സാധാരണ മഴയും വെള്ളപ്പൊക്കവും കൊണ്ട് ദൈവം ആ സൈന്യത്തെ നിസ്സഹായരാക്കി മാറ്റുകയാ. സ്തോത്രം പറയാവോ? സ്തോത്രം. ആമേൻ. ദൈവജനത്തിനെതിരെ തിരമാല പോലെ വിഷയം കയറി വരുമ്പോൾ കേവലം ഒരു മഴ കൊണ്ട് ദൈവം അതിനകത്ത് ഇടപെടുകയാ. ഇന്ന് രാത്രി ദൈവം നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ ചില കണക്കൂട്ടലുകൾ തെറ്റാൻ പോകുകയാ. ഘടകസി. നിങ്ങളുടെ ജീവിതത്തിനെതിരെയുള്ള ചില കണക്കുകൂട്ടലുകൾ പിടികിട്ടുന്നുണ്ടോ? അതെന്നാ അങ്ങനെ പറയാൻ കാരണം, ഈ ഇസ്രായേലിനെതിരെ ഈ സീസറിയും കൂട്ടരും 900 ഇരുമ്പ് രഥങ്ങളുമായിട്ട് വരുമ്പോൾ ഇവരെ കരുതിയത്, സ്തോത്രം, ഇസ്രായേലിന് സാബിയൻ വലിയ ശക്തിയൊന്നുമില്ല, ഇസ്രായേലിന് വലിയ ഈ പറയുന്ന വലിയ മേന്മയൊന്നുമില്ല, ഇസ്രായേലിന് വലിയ സംവിധാനങ്ങളൊന്നുമില്ല. പക്ഷേ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാം, അവരുടെ നടുവിൽ ഇസ്രായേലിന് ആൾബലവും ആ ഇരുമ്പ് രഥങ്ങളും സാമ്പത്തിക ബലവും രാഷ്ട്രീയ ബലവും ഒന്നുമില്ലാതിരിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ പറയട്ടെ, ഇസ്രായേലിന്റെ കൂടെ എന്നൊരു ദൈവഭക്തായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. കമാ, എത്ര പേര് ആമേൻ പറഞ്ഞെന്ന് ഞാൻ കണ്ടില്ല. അവർ ദൈവാത്മാവ് ഇടപെടുന്നു. കേൾക്കുന്നുണ്ടോ? അവരുടെ കൂടെ ഒന്നുമില്ലാതിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു ദബോര അവരുടെ കൂടെയുണ്ട്. അവൻ ദൈവഭക്തനായ ഒരു ബാരാക്ക് എന്ന് പറയുന്ന ഒരു സൈന്യാധിപൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇതെല്ലാറ്റിനും ഉപരി അവരുടെ കൂടെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ കൂടെ ഉണ്ടായിരുന്നു. ഇതിനപ്പുറം ഭാഗ്യം എന്നാ പേര് നമുക്ക് വേണ്ടത്? ഇന്ന് രാത്രി ദൈവം പറയുന്നു, ആരും നിന്റെ കൂടെ ഇല്ലാതിരിക്കുമ്പോൾ, കേൾക്കുന്നുണ്ടോ, ഒരു ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങും. അതിന്റെ കാരണം എന്നാ? സൈനിക ബലമോ ആയുധങ്ങളോ ഇല്ലാതിരിക്കുമ്പോൾ മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ ഇസ്രായേൽ നിനക്ക് ജയിക്കാൻ ഒരു സാധ്യതയും ഇല്ലായിരിക്കാം. ഇന്ന് കൂടപ്പുറപ്പെ സഹോദരി സഹോദര, നീ ഇന്ന് അനുഭവിക്കുന്ന വിഷയത്തിനകത്ത് നിന്നെ പുറമെ നോക്കിയാൽ നിനക്ക് ജയിക്കാൻ കഴിയത്തില്ല. പക്ഷെ ദൈവം ഇടപെടുന്നു. പ്രാർത്ഥിക്കുന്ന ദബോരയും ബാരാക്കും അവരുടെ ശക്തിയിലല്ല ആശ്രയിച്ചത്, പകരം ആമേൻ ശക്തിയിൽ ആശ്രയിക്കാതെ സർവശക്തനായ ദൈവത്തിൽ അവർ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് വേണ്ടി പ്രകൃതിയെ എന്റെ ദൈവം അനുകൂലമാക്കിയെങ്കിൽ ഇന്ന് രാത്രി ദൈവം ശത്രുവിന്റെ കണക്കുകൂട്ടലുകൾ ക്കാൻ പോകുക, ശത്രുവിന്റെ കണക്കുകൂട്ടലുകൾ ചെയ്യാൻ പോകുക. പിശാചു വിധി എഴുതി ഈ ജനം ഇനി രക്ഷപ്പെടുകയല്ല, ഇവിടെ മുമ്പോട്ട് വരത്തില്ല, തലമുറയിൽ
ത്തിനകത്തൊരു മറുപടി കാണത്തില്ല, കുടുംബജീവിതത്തിനകത്തൊരു ധന്യതയുണ്ടാകില്ല. പക്ഷെ ദൈവം നിന്റെ കണക്കൂട്ടലുകളെ പൊളിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇന്ന് പകൽ ഒന്നാമത്തെ ആശയം ദൈവം പറയുന്നു. സ്തോത്രം, ഈ വാക്യത്തിനകത്ത് ദൈവത്തിലുള്ള ഒരു ആശ്രയം കാണാൻ കഴിയും. ഇന്ന് രാവിലെ ആരും നിന്റെ കൂടെ ഇല്ലെങ്കിലും, ഇന്ന് രാത്രി നിന്റെ കൂടെ ആരുമില്ലെങ്കിലും, ദൈവം നിന്റെ പക്ഷത്തുണ്ടെങ്കിൽ ഈ മീറ്റിംഗ് തീരുന്നതിനകത്ത് ഞാനൊരു വിടുതൽ കണ്ടിരിക്കും. ദൈവം എന്റെ പക്ഷത്തുണ്ടെങ്കിൽ, വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞ ദൈവത്തെ സ്തുതിക്ക്. ദൈവം നിങ്ങളുടെ പക്ഷത്ത് ഇറങ്ങി വരുന്നൊരു നിമിഷമാകട്ടെ. പരിശുദ്ധാത്മാവിനോട് ശക്തമായിട്ട് ഇടപെടുകയാ. അവൻ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന പ്രതിസന്ധികളെ നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് ഉപയോഗിച്ച് നേരിടാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ മറ്റ് ഭൗതികമായ മേഖലകളിൽ, ഭൗതിക ശക്തികളിൽ നമ്മൾ ഇടപെടാൻ സാധ്യതയുണ്ട്. എന്നാൽ അതൊന്നും ഫലമായി തീരുകയില്ല പ്രിയരെ. അതിനപ്പുറത്ത് ദൈവത്തിലുള്ള ആശ്രയത്തിലേക്ക് ഒരു ദൈവ പൈതൽ കയറി വരുമ്പോൾ നിന്റെ ചിന്തകൾക്കപ്പുറമായി, എത്ര പേരുടെ കൂടെയുണ്ട്? നിന്റെ ചിന്തകൾക്ക് അപ്പുറമായി എന്റെ ദൈവം നിനക്ക് വേണ്ടി ഇടപെടാൻ തുടങ്ങും. ഇന്ന് പകലിൽ, ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, ഒറ്റ ദൂത്, ദൈവത്തിൽ ആശ്രയിക്കുക. സ്വർഗം ചിലതിനെ അവൻ ഇടപെടാൻ പോകുക. ദൈവത്തിൽ ആശ്രയിക്കുക. അപ്പൊ ചോദിക്കും, പാസ്റ്റേ ഞാൻ ഈ മീറ്റിംഗിൽ വരുന്നുണ്ടല്ലോ, ഈ മീറ്റിംഗിൽ പ്രാർത്ഥിക്കുന്നു, അതൊക്കെ ശരിയാ. പക്ഷെ വ്യക്തിപരമായി ദൈവവും വിശുദ്ധ ബൈബിളും തമ്മിലൊരു ബന്ധത്തിലേക്ക് ഒരു പടി കൂടെ ഒന്ന് കയറി വരാൻ മനസ്സ് വയ്ക്ക്. സ്വർഗം ഇടപെടാൻ പോകുക. എത്ര പേരെന്റെ കൂടെയുണ്ട്? അതുകൊണ്ട് യഥാർത്ഥമായ വിജയം വരുന്നത് പരിപൂർണമായ ദൈവത്തിലുള്ള ആശ്രയത്തിലൂടെയാണ്. ഇത് പറയുമ്പോൾ എത്ര പേര് ആത്മാവിലൊന്ന് പറയും, കർത്താവേ എവിടെയോ താളപ്പിഴവ് പറ്റി, അതുകൊണ്ട് പലതും എനിക്കെതിരെ ജയിച്ചു കയറുന്നത്. ഇല്ല കർത്താവേ, ന്റെ മുൻപിൽ ഞാൻ മടങ്ങി വരികയാണ്. ഞാൻ ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മടങ്ങി വരിക. എനിക്ക് ചിലതിനെ ജയിക്കണം. വാക്കുകൾ വേഗത്തിൽ പിടിച്ചു നിർത്തട്ടെ. സ്തോത്രം. ഈ ഭാഗം പഠിക്കുമ്പോൾ സ്തോത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാമത്തെ ദൂത്, ദൈവത്തിൽ ആശ്രയിക്കണം, മനുഷ്യനിലല്ല. ബൈബിൾ പറയുന്നു, യിരെമ്യാ പ്രവചനം 17:5, മനുഷ്യരിൽ ആശ്രയിക്കുന്നവനും ജഡത്തെ തന്റെ ഭുജമാക്കുന്നവനും യഹോവയെ വിട്ട് ഹൃദയം മാറിക്കളയുന്നവനും ശപിക്കപ്പെട്ടവൻ. ഇനി 17:7 വാക്യം പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവനും യഹോവ അഭയമായിരിക്കുന്നവനും ഭാഗ്യവാൻ. ആ പദം കേട്ടോ, ആ പദം കേട്ടോ. യഹോവയിൽ ആശ്രയിക്കുന്നവൻ, യഹോവ അഭയമായിരിക്കുന്നവൻ ഭാഗ്യവാൻ. 10 ലക്ഷം ലോട്ടറി അടിക്കുന്നവനല്ല ഭാഗ്യവാൻ, പകരം ദൈവത്തിൽ ആശ്രയിക്കുന്ന നിങ്ങളാ ഭാഗ്യവാൻ. എത്ര പേര് ആമേൻ പറഞ്ഞു ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ആമേൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ദൈവത്തിന്റെ സഹായം തേടുക. ഇനി രണ്ടാമത്തെ ദൂതിലേക്ക് ഞാൻ ഓടി വരികയാ. സ്തോത്രം. ആമേൻ. രണ്ടാമത്തെ ഭാഗം ദൈവിക ഇടപെടൽ. ദൈവിക ഇടപെടൽ. രക്തം ജയമെടുക്കുക. ദൈവിക ഇടപെടൽ. ഞാൻ ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. കേൾക്കൂ. ദൈവം തനിക്ക് യുദ്ധം ചെയ്യാനായി ഒരു മിസൈലോ ബോംബോ മറ്റായുധങ്ങളോ ഒന്നും ഉപയോഗിച്ചില്ല. പകരം എന്നാന്നറിയോ? സാധാരണ മഴ അങ്ങോട്ട് ഉപയോഗിക്കുകയാണ്. നദിയിലെ വെള്ളത്തെ ദൈവം തന്റെ ആയുധമാക്കി മാറ്റുകയാണ്. ദൈവാത്മാവ് ഇന്ന് പകലിൽ പറയുന്നു, കേൾക്കുന്നുണ്ടോ? നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ചിലപ്പോൾ നീ പ്രതീക്ഷിക്കുന്ന റൂട്ടിലായിരിക്കുകയല്ല. എത്ര പേരാമൻ പറഞ്ഞത് കണ്ടില്ല? നീ പ്രതീക്ഷിക്കുന്ന റൂട്ടിലായിരിക്കുകയല്ല. ആമേൻ. നീ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ഒരു ചിന്തകൾക്കപ്പുറമായിട്ട് ദൈവത്തിന്റെ മറുപടി വെളിപ്പെടാൻ പോകുന്നത്. വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേരെന്റെ കൂടെയുണ്ട്? ഇവിടെ ഇസ്രായേൽ വിചാരിച്ചത് ഇവര് ആയുധം കൊണ്ട് ജയിക്കുമെന്ന. നെവർ, ഒരിക്കലുമല്ല. ദൈവം കൂടെയുണ്ടെങ്കിൽ ചിന്തകൾക്കപ്പുറമായിട്ടുള്ള ഇടപെടലാ ദൈവം വെളിപ്പെടുത്തുന്നത്. ഇവിടെ സാധാരണ ഒരു മഴയ ദൈവം ഇളക്കി ഇസ്രായേലിനെതിരെ
പിശാച് വന്ന് ജനത്തെ തകർത്ത് കളയുക. പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിന്റെ വിചാരമല്ലേ അവന്റെ വിചാരം, നിന്റെ വഴികളല്ല അവന്റെ വഴികൾ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന നീ ആരാന്ന് ദൈവം തെളിയിക്കാൻ പോകുക. കമോൺ സുനിത സാമുവേൽ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് ദൂത് പറയുന്നു. ഈ ദിവസങ്ങളിൽ നിന്റെ പ്രാർത്ഥനയിലൂടെ നീ ആരാന്ന് ദൈവം തെളിയിക്കാൻ പോകുക. കമോൺ, എത്ര പേരെന്റെ കൂടെയുണ്ട്? റാഷാൽ മനാഥിയ, നീ ആരാന്ന് ദൈവം തെളിയിക്കാൻ പോകുക. ആ പദമ ദൈവാത്മാവ് പറയുന്നത്. നീ ആരാണെന്ന് ഞാൻ തെളിയിക്കാൻ പോകുക, നീ ആരാണെന്ന് ഞാൻ തെളിയിക്കാൻ പോകുക, നീ ആരാണെന്ന് ഞാൻ തെളിയിക്കാൻ പോകുക. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാമിൽ ബൈബിളിനകത്തുനിന്ന് ഞാനൊരു ഉദാഹരണം പറയാം. പ്രാർത്ഥിക്കുന്ന ഭക്തനാണ് മൊർദെഖായി. അവനെതിരെ ഒരു ഹാമാൻ കഴുകുമരം ഉയർത്തിയേച്ചു പറഞ്ഞു, പ്രാർത്ഥിക്കുന്ന ഇവനെ ഞാൻ ഇതോടുകൂടെ അവസാനിപ്പിക്കും, ഇതോടുകൂടെ ഞാൻ കഴുകുമരത്തെ കയറ്റും. എന്നാൽ പിശാച് വാതുകെട്ടി നിന്നപ്പോൾ ഉടയവൻ പറഞ്ഞത് എന്നാന്നറിയോ? എടക്കള്ള പിശാച്, എടക്കള്ള ഹാമാനെ, നിന്റെ വഴിയല്ലട എന്റെ വഴി. പ്രാർത്ഥിക്കുന്ന എന്റെ ഭക്തനെ പരസ്യമായി കഴുകുമരത്തിൽ കയറ്റാൻ നീ പദ്ധതിയിട്ടെങ്കിൽ നോക്കിക്കാണട. പ്രാർത്ഥിക്കുന്നവനെ പരസ്യമായി കഴുകുമരത്തിലല്ല, പകരം രാജാവിന്റെ കുതിര മാനിക്കാൻ. എത്ര പേര് എന്റെ കൂടെയുണ്ട്? ഓ, രക്തം ജയമെടുക്കുക. ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിനക്ക് വേണ്ടി ഇടപെടും. ദൈവം നിനക്ക് വേണ്ടി. നീ ചിന്തിക്കുന്ന റൂട്ടാകുകയല്ല. ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുന്നു. ശമനഘടകസി ആമേ പ്രായമുള്ള ഒരു അമ്മാമെ ദൈവാത്മാവ് തൊടുന്നു. ആമേ രമണി മാത്യു, രമണി അമ്മാമെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ പോകുകയാണ്. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല. ദൈവാത്മാവ് പറയുന്നു, നിങ്ങളൊരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തിന്റെ നടുവിൽ അവൻ വളരെ നീറിപ്പുകഞ്ഞായിരിക്കുന്നത്. അവൻ ഏതൊക്കെയോ മേഖലകൾ ശരീരത്തെ തകർത്ത് കളയത്തക്ക നിലകളിൽ അവൻ സ്തോത്രം ഒരു മൂടുപടമിട്ട് മൂടിക്കളയുന്നത് പോലെ ശവനാറമൽമനാധി അടകജാരകൽക്കരാതി. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഒരു വലയ്ക്കകത്ത് അകപ്പെടുന്ന ഒരു പക്ഷിയെ പോലെ ഒതുക്കിയിട്ടിരിക്കുന്ന തലങ്ങളുടെ നടുവിൽ ദൈവാത്മാവ് ഇടപെടുന്നു. ഞാൻ നിനക്ക് വേണ്ടി ഇടപെടാൻ പോകുകയാണ്. നിന്റെ ശരീരത്തോട് നിൽക്കുന്ന ചിലതിന്റെ മേൽ ഞാൻ ഇടപെടാൻ പോകുകയാണ്. ആമേൻ പറഞ്ഞ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ആമേൻ ചിന്തിക്കുന്നത് പോലെയല്ല. ശത്രു വിചാരിച്ചു ആയുധങ്ങളുമായി ഇസ്രായേൽ എഴുന്നേൽക്കും. നമുക്ക് ആയുധമില്ല. നമ്മുടെ കയ്യിൽ ഒറ്റ ആയുധമേ ഉള്ളൂ, പ്രാർത്ഥന എന്ന വചനമെന്ന ആയുധം. ആമേൻ എത്ര പേര് ആമേൻ പറഞ്ഞെന്ന് ഞാൻ കണ്ടില്ല. പ്രാർത്ഥനയുടെ ആയുധം ഉയർത്തിക്കുന്നു. സാധാരണ മഴ കൊണ്ട് ഇസ്രായേലിനെതിരെ എഴുന്നേറ്റ യാമീന്റെ സൈന്യത്തിന്റെ അടിവേര് പൊട്ടിച്ചറിയോ. നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ചലിക്കാൻ പോകുക. രക്തം ജയമെടുക്കുന്നു, ജയമെടുക്കുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേരുടെ കൂടെയുണ്ട്? ആമേൻ. നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുക. സ്തോത്രം. ഞാൻ വാക്കുകളെ പിടിച്ചു നിർത്താം. ശ്രദ്ധിക്കുക, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ചിലപ്പോൾ അപ്രതീക്ഷിതമായ വഴികളിലൂടെ ആയിരിക്കാം മറുപടി നൽകുന്നത്. നമ്മുടെ പരിഹാരങ്ങൾ നമ്മുടെ മനുഷ്യന്റെ ചിന്തകൾക്ക് അപ്പുറമായിരിക്കും. സീസറയുടെ സൈന്യം പ്രതീക്ഷിച്ചത് ഡയറക്റ്റായിട്ടുള്ളൊരു യുദ്ധമായിരുന്നു. എന്നാൽ ദൈവം നേരിട്ടത് സാധാരണ മഴയിലൂടെ, കീശോൻ പുഴയിലുണ്ടായ വെള്ളപ്പൊക്കത്തിലൂടെയാ. ഇരുമ്പ് രഥങ്ങൾക്ക് മുൻപോട്ട് പോകാൻ കഴിയാതെ മനുഷ്യന്റെ ചിന്തകൾക്ക് അപ്പുറമായൊരു ദൈവിക പ്രവൃത്തി അവിടെ തെളിയിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് പ്രശ്നങ്ങൾ വരുമ്പോൾ അത് അവൻ നമ്മൾ പരിഹരിക്കാൻ വേണ്ടി പല വഴികളായിരിക്കാം നമ്മൾ ആലോചിക്കുന്നത്. എന്നാൽ ദൈവം ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങളിലൂടെ ആയിരിക്കാം നമുക്ക് വിടുതൽ നൽകുന്നത്. അതുകൊണ്ട് ഇതേ കേട്ടോണേ, കനാന്യ സൈന്യം ആയുധങ്ങളിലും സൈന്യത്തിലും ശക്തരായിരുന്നപ്പോൾ ദൈവം ഇടപെട്ടപ്പോൾ എന്നാ സംഭവിച്ച്? ആമേൻ. 3 കാര്യമാണ്. 1, പ്രകൃതി അവർക്കെതിരെ നിന്നു. 2, അവരുടെ സൈന്യം തകർന്നു. 3, അവരുടെ ശക്തി നിശബ്ദമായി. ഇന്ന് രാത്രി ദൈവം പറയുന്നു, ദൈവം ഇടപെട്ടാൽ മനുഷ്യ ശക്തി നിൽക്കുകയല്ല. എത്ര പേർ ആമേൻ പറഞ്ഞ ദൈവത്തെ സ്തുതിക്കും? ആമേൻ. പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിന്റെ ബിസിനസ്സിനെതിരെ, നിന്റെ ഉയർച്ചയ്ക്കെതിരെ, നിന്റെ ഭൗതികമായ ക്രമീകരണ
ക്രമീകരണങ്ങൾക്കെതിരെ മാനുഷിക തലങ്ങളിൽ ഏതൊക്കെയോ ചിലത് നിൽക്കുന്നുണ്ട്. എന്റെ ദൈവം പറയുന്നു, ദൈവം ഇടപെട്ടാൽ മനുഷ്യ ശക്തിക്ക് നിൽക്കാൻ കഴിയുകയല്ല. അതുകൊണ്ട് ഷിയാബ് 55:8 വെളിപ്പാടോടെ ആത്മാവിൽ പറ, അവൻ എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളല്ല. അവന്റെ ലേഖനം വായിക്കുമ്പോൾ 3:20 പറയുന്നു, നാം അപേക്ഷിക്കുന്നതിലും ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായ റൂബൻ അമേൻ പരിശുദ്ധാത്മാവ് ദൂത് വീണ്ടും ആവർത്തിക്കുന്നു, നീ നനയ്ക്കുന്നതിനപ്പുറം ദൈവം ചിലത് ചെയ്യാൻ പോകുക, നീ ചിന്തിക്കുന്നതിനപ്പുറം ദൈവം ചിലത് ചെയ്യാൻ പോകുക. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നീ ചില ചോദ്യങ്ങളുമായിട്ടാണ് ഈ ദിവസങ്ങളിൽ നീ ആയിരിക്കുന്നത്. ഷാധുല റമന ഘടകസി, എന്നോട് ദൈവം അങ്ങനെ തന്നെ പറയാൻ പറയുന്നു, ചില ചോദ്യങ്ങളുമായിട്ടാണ് നീ ഇരിക്കുന്നത്. അതിന്റെ നടുവിൽ നിന്റെ ചോദ്യ ചിഹ്നങ്ങളെ ആശ്ചര്യ ചിഹ്നമാകുന്ന നിലകളിൽ എന്റെ ദൈവം പറയുന്നു, ആമൻ ഞാൻ നിനക്ക് വേണ്ടി ഇടപെടാൻ പോകുക. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആമേൻ പറ. അത്യന്തം പരമായി, അത്യന്തം പരമായി, അത്യന്തം പരമായി. ആ വാക്കിന്റെ അർത്ഥം മനസ്സിലാകുന്നു? എഫേസ്യർ 3:20 വാക്യം ഞാൻ പറഞ്ഞത്, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ഇടപെടുന്ന സാന്നിധ്യം. ആമേൻ. വാക്കുകളെ പിടിച്ചു നിർത്തട്ടെ. 3, ശത്രുവിന്റെ ശക്തിയുടെ ദയനീയ തകർച്ച. പിടികിട്ടുന്നുണ്ടോ? ആമേൻ. ആ വാക്യത്തിനകത്ത് മറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങളിൽ 3ാമത്തെ കാര്യം ശത്രുവിന്റെ ശക്തിയുടെ ദയനീയ തകർച്ച. സ്തോത്രം. ശ്രദ്ധിക്കുക, എന്താണ് ആ പദത്തിന്റെ അർത്ഥം? ഈ വാക്യം ശത്രുവിന്റെ ശക്തിയുടെ തകർച്ചയെ സൂചിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ കുതിരകളുടെ കുളമ്പടികൾ എന്ത് ചെയ്യുന്ന നിഷ്ഫലമായി തീരുകയാണ്. കുതിരക്കുളമ്പുകൾ കട്ടനം ചെയ്തു. ആ പ്രയോഗം കണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നോ? ഞാൻ വിശദീകരിക്കാം. കുതിരക്കുളമ്പുകൾ കട്ടനം ചെയ്തു എന്ന് പറഞ്ഞാൽ ചെളി അങ്ങോട്ട് ഉയരാൻ തുടങ്ങി. ഈ രഥത്തിന്റെ ചക്രം ചെളിയിൽ പുതയുകയാണ്. പുതഞ്ഞത് ഓടാൻ ശ്രമിക്കുന്നു, പക്ഷെ അനങ്ങുന്നില്ല. ശ്രമം നടക്കുന്നുണ്ട്, അനങ്ങുന്നില്ല. അതിന്റെ അർത്ഥം അവിടെ എഴുതിയിരിക്കുന്ന കുതിരക്കുളമ്പുകൾ കട്ടനം ചെയ്തു എന്ന പ്രയോഗം ശത്രുവിന്റെ തീവ്രമായ ശ്രമങ്ങളെയും എന്നാൽ ഫലശൂന്യമായ പോരാട്ടത്തെയും വ്യക്തമാക്കുക. ഓടാൻ ശ്രമിക്കുന്നുണ്ട്, രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ചെളി അവരെ പിടിച്ചു നിർത്തുകയാണ്. ഇന്ന് രാത്രി ദൈവം നിങ്ങളോട് പറയുന്നു, എത്ര മാറി മറിഞ്ഞ് എനിക്കറിയാലോ, ദൈവാത്മാനോട് പറയുന്നു, ആമേൻ, പലപ്പോഴും നീ രോഗിയാകുന്നുണ്ട്, നീ രോഗിയാകുന്നുണ്ട്. ആമേൻ. ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, ഡോക്ടേഴ്സിനെ കാണുന്നു, ട്രീറ്റ്മെന്റ് എടുക്കുന്നു, ചെക്കപ്പ് നടത്തുന്നു, എക്സ്റേ എടുക്കുന്നു, സ്കാൻ ചെയ്യുന്നു, ബ്ലഡ് ചെക്കപ്പ് നടത്തുന്നു. റിസൾട്ട് വരുമ്പോ നോർമലാ, ഒരു കുഴപ്പവുമില്ല. പക്ഷെ വീട്ടിനകത്ത് കയറുമ്പോ നീ രോഗിയാ. ആമേൻ. പിടികിട്ടുന്നുണ്ടോ? ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുകയാ. ആമേൻ. എത്ര തന്നെ ട്രീറ്റ്മെന്റുകൾ കൊടുത്തിട്ടും ആമേൻ സ്തോത്രം, ഓടിമറയാതെ ആമേ മെഡിക്കൽ സയൻസിന് പോലും വെളിപ്പെടാൻ കഴിയാതെ മറഞ്ഞിരുന്നു കൊണ്ട് നിനക്കെതിരെ പോരാടുന്ന ചില മേഖലകൾ ഇന്ന് രാവിലെ ദൈവാത്മാവ് ഇടപെടുകയാ. അവന്റെ ശക്തിയുടെ വേഗത വർദ്ധിപ്പിക്കട്ടെ നിനക്കെതിരെ. അവന്റെ മുൻപോട്ടുള്ള ഗമനത്തിന്റെ ആ തീവ്രത അവൻ കൂട്ടട്ടെ. പക്ഷെ നിന്റെ പ്രാർത്ഥനയുടെ മൂർച്ചയുടെ മുൻപിൽ, നിന്റെ പ്രാർത്ഥനയുടെ മൂർച്ചയുടെ മുൻപിൽ ഇനി അവൻ അനങ്ങാൻ കഴിയുകയല്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആമേൻ. ആ ശത്രുവിന് രക്ഷപ്പെടാനോ ഇസ്രായേലിന് പിന്തുടരാനോ കഴിയാതെ വന്നത് അവരുടെ ശക്തിയുടെ കുറവ് കൊണ്ടൊന്നും അല്ല കേട്ടോ, മറിച്ച് ദൈവത്തിന്റെ ഇടപെടൽ. അവൻ ശത്രു എത്ര ശക്തരായി നിനക്കെതിരെ കയറി വന്നാലും മക്കളെ, ദൈവത്തിന്റെ ശക്തിക്ക് മുമ്പിൽ നിൽക്കാൻ കഴിയത്തില്ല. കാരണം ക്രിസ്തു യേശുവിൽ കൂടെ പൂർണ്ണ ജയം പ്രാപിച്ചവരാ നമ്മൾ. അതുകൊണ്ട് അവരോട് കൂടെയുള്ളവരെക്കാൾ ഞങ്ങളോട് കൂടെയുള്ളവർ അധികമെന്ന് പറയാ. എത്ര പേർക്ക് ഈ സന്ദേശം മനസ്സിലാകുന്നുണ്ടോ? മിസ്റ്റർ ടെസ തോമസ് ആത്മാവിൽ പറഞ്ഞു, നിന്റെ കൂടെയുള്ളവൻ നിന്റെ ഉള്ളം കൈക്ക് പിടിക്കുന്നവൻ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ ഉള്ളം കൈക്ക് പിടിക്കുന്ന ഒരു ഉടയവൻ ഇന്ന് രാത്രി ഇറങ്ങി വരിക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ലോകത്തിൽ വചനം പറയുന്നു, 1 യോഹന്നാൻ 4:4, നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവൻ. ആമേൻ. മറിയമയ
പരിശുദ്ധാത്മാവ് ദൂത് പറയുക. ആമേൻ. പുറമെ ചിരിച്ച് സന്തോഷിക്കുന്നെങ്കിലും കരയുന്ന രണ്ട് വിഷയത്തെ ആത്മാവിനെ കാണിക്കുന്നു. രണ്ട് വിഷയത്ത് ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഇരിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എത്ര പേര് ആമേൻ പറയും? കമാൺ. ആ ദൂത് ഏറ്റെടുത്തുകൊണ്ടെന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. യെശയ്യാ പ്രവചനം 41:10 പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ഭ്രമിക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും. അടുത്ത പദം, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഭയത്തിൽ തളർന്നിരിക്കരുത്, ദൈവത്തിന്റെ ശക്തിയിൽ ഉറച്ചു നിൽക്കുക. ഈ ദൈവത്തിന്റെ ശക്തിയിൽ ഉറച്ചു നിന്നുകൊണ്ട് വിശ്വാസത്തിൽ മുന്നോട്ട് പൊക്കോ. സാത്താന്റെ കെണിയിൽ വീഴാതെ വചനത്തിൽ ഉറച്ചു നിൽക്ക്. ശത്രുവിന്റെ അടിവേര് പൊട്ടാൻ പോകുക. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? വാക്കുകൾ ഞാൻ പിടിച്ചു നിർത്തുകയാ. ഇനി ഒരു ദൂത് കൂടെ പറഞ്ഞ് ബാക്കി ഒന്നും ഞാൻ തൊടുന്നില്ല. സ്തോത്രം. ഈ യുദ്ധം നടക്കുന്നത്, അത് കൺക്ലൂഡ് ചെയ്യാം, സമയമായല്ലോ. കൺക്ലൂഡ് ചെയ്യുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, ബാക്കി ഒന്നും ഞാൻ തൊടുന്നില്ല. ഈ ഭാഗം പഠിക്കുമ്പോൾ ഈ യുദ്ധം നടക്കുന്നത് എവിടെന്നറിയോ? നമ്മൾ 17-ാമത്തെ വാക്യമാണല്ലോ, 22-ാം വാക്യമാണല്ലോ വായിച്ചത്. അതിന് മുൻപുള്ള വാക്യം ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകും. കീശോൻ തോടിനരികിൽ വെച്ചാണ് യുദ്ധം നടക്കുന്നത്. ശ്രദ്ധിക്കുക, കീശോൻ തോടിന്റെ ആ പുഴയുടെ കരയിൽ വെച്ച് സീസറയുടെ സൈന്യം കുഴഞ്ഞു മറിയുക. സ്തോത്രം. ആ പുഴ ഒരു ദൈവത്തിന്റെ ഇടപെടലിന്റെ ഒരു പ്രതീകമായി മാറുകയാണ്. ഞാൻ ദൂതിലേക്ക്, നിങ്ങളിലേക്ക് ആ ദൂതിനെ ഒന്ന് കൊണ്ടുവരട്ടെ. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ചില കീശോൻ പുഴകളുണ്ട്. എത്ര പേർക്ക് സമ്മതിക്കാൻ പറ്റും? നമ്മുടെ ലൈഫിൽ ഉണ്ടെന്നേ. നമ്മുടെ ലൈഫിനകത്ത് ചില കീശോൻ പുഴകൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ കീശോൻ പുഴയുടെ ഇളക്കം, ആ വെള്ളം ഇളകി ശത്രുവിന് അനങ്ങാൻ പറ്റുന്നില്ല അല്ലേ? അനങ്ങാൻ പറ്റാതെ അവിടെ നിൽക്കുക. ഞാനതിനെ തിരിച്ച് ഡൈവേർട്ട് ചെയ്ത മെസ്സേജിനെ നിങ്ങളിലേക്കൊന്ന് കൊണ്ടുവരികയാണ്. ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതത്തിനകത്ത് ഇതുപോലെ ചില കീശോൻ പുഴകളുണ്ട്. ദൂത് ഏറ്റെടുത്തോണം. സ്തോത്രം. എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത, പിടികിട്ടുന്നുണ്ടോ? എല്ലാ വഴികളും അടഞ്ഞെന്ന് തോന്നുന്ന ആ ഒരു അവസ്ഥ. സ്തോത്രം. എത്ര പേർക്ക് ആശയം മനസ്സിലാവുന്നുണ്ട്? നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളങ്ങ് തളർത്തിക്കളയുന്ന ചില പ്രത്യേക ചില സാഹചര്യങ്ങൾ, ചില ബന്ധങ്ങളിലെ ചില തകർച്ചകൾ, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഒരു തരത്തിലും മുന്നോട്ട് കയറി വരാൻ പറ്റുന്നില്ല, ജോലിക്കിടയിൽ ചില പ്രശ്നങ്ങൾ, പിടികിട്ടുന്നുണ്ടോ? വല്ലാതെ നമ്മളങ്ങ് മാനസികമായി തളർത്തുന്ന ചില കീശോൻ പുഴ പോലെയുള്ള ചില വിഷയങ്ങൾ. സ്തോത്രം. ആത്മീയമായ ചില വരൾച്ചകൾ അനുഭവിക്കുക. ഇതെല്ലാം നമ്മുടെ ലൈഫിനകത്ത് ചില കീശോൻ പുഴകളാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഇത്രയും സമയം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ഈ പുഴയുടെ അകത്ത്, ചെളിക്കകത്ത് രഥങ്ങൾ വീണപ്പോൾ ഈ രഥത്തിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല? മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. തീവ്രമായി, അതാണ് ശൂരവൽഗിതം, തീവ്രമായി ഇത് ഓടാൻ ശ്രമിക്കുന്നു, പക്ഷെ പറ്റുന്നില്ല, മുങ്ങിക്കിടക്കുക. ഇതാ നമ്മുടെ പലരുടെയും ജീവിതം. എത്ര പേർക്ക് സമ്മതിക്കാൻ കഴിയുന്നുണ്ട്? ദൈവഭാഗത്തുണ്ടെന്ന് പറഞ്ഞാൽ മുമ്പോട്ട് പോകാൻ പറ്റാതെ, സ്തോത്രം, എല്ലാ വഴികളും അടഞ്ഞെന്ന് തോന്നുന്നത് പോലെ, തളർത്തിക്കളയുന്നത് പോലെ ഏതൊക്കെയോ ചില വിഷയങ്ങൾ നമ്മളെ കുരുക്കിലാക്കുന്ന ചില ചെളികൾ പോലെയാണ്. ദൈവാത്മാവ് ഇടപെടുന്നു. കമോൺ. ഈ സമയം നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോവുക. പരിശുദ്ധാത്മാവ് മിനി ചാക്കോ, പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ഓടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ജീവിതത്തിനകത്ത് കീശോൻ തോട് പോലെ ആരോടും പറയാതെ ഭവനത്തോട് ബന്ധപ്പെട്ട ആത്മാവ് ദൂത് പറയുന്നു. സ്തോത്രം. എനിക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു ആന്റിയ, അതുകൊണ്ടൊന്നുമല്ല, ദൈവാത്മാവ് എന്നോട് ദൂത് പറയുന്നു. സ്തോത്രം. ഇപ്പോൾ ഭവനത്തിന്റെ അവസ്ഥ ഒരു കീശോൻ തോട് പോലെയാ. സ്തോത്രം. മുന്നോട്ട് കയറി വരാൻ കഴിയാതെ. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്കെന്ന് മൂർച്ച കൂട്ടി കയറി വരാമെങ്കിൽ ഇതിനെ നീ ജയിക്കാൻ പോകുക. എത്ര പേര് ആമീൻ പറഞ്ഞു ദൈവത്തെ സ്തുതിക്കും? ഞാൻ വാക്കുകളെ പിടിച്ചു നിർത്തട്ടെ. ഇതുപോലെയുള്ള കീശോൻ തോടുകൾ അനുഭവിക്കുന്ന എത്ര പേരുണ്ട്? മുൻപോട്ട് പോകാൻ കഴിയാതെ എവിടെയോ കുഴഞ്ഞു മറിയുന്നത് പോലെ, തലമുറയുടെ വിഷയമോർത്ത്, ഭവനത്തിന്റെ വിഷയമോർത്ത്, വീടിനകത്തെ വിഷയമോർത്ത് മുൻപോട്ട് പോകാൻ കഴിയാതെ എവിടെയൊക്കെ കുഴഞ്ഞു മറിയുന്ന അനുഭവങ്ങൾ. പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഒറ്റ ദൂത്. ഈ സമയങ്ങളിൽ നീ ഓർത്തോ, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുക.
ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുക. നിന്റെ സാഹചര്യങ്ങളെ നിനക്ക് ദൈവം അനുകൂലമാക്കാൻ പോകുക. അതുകൊണ്ട് നമ്മുടെ സ്വന്തം ബലം കൊണ്ട് മറികടക്കാൻ ശ്രമിക്കരുത്. നിന്റെ കഴിവ് കൊണ്ട് ഈ കീശോണ്ട് ഇതിനെ ഓവർകം ചെയ്യാൻ ശ്രമിച്ചാൽ നടക്കത്തില്ല. പകരം ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവസന്നിധിയിൽ താണിരിക്കുക. ദൈവം നിനക്ക് വേണ്ടി ഇടപെടാൻ പോകുക. അതുകൊണ്ട് ഒരു വാക്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. 62:8 സങ്കീർത്തനം. അവനെ എല്ലാറ്റിലും ആശ്രയിച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവേൻ. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. എത്ര പേര് ആമേൻ പറഞ്ഞു ദൈവത്തെ സ്തുതിക്കും? വാക്കുകളെ ഞാൻ പിടിച്ചു നിർത്തുക. അന്ന് വൽഗീതത്താൽ, ശൂരവൽഗീതത്താൽ കുതിരക്കുളമ്പുകൾ കട്ടണം ചെയ്തു. വാക്യം കേട്ടപ്പോൾ വല്ലാതെ തല കറങ്ങുന്നത് പോലെ തോന്നിയേക്കാം. പക്ഷേ ഇതിനകത്തോട്ട് കയറി വരുമ്പോഴാ ഗൗരവം മനസ്സിലാകുന്നേ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെട്ട ദൂതിതാണ്: പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ശത്രു ഇനി അനങ്ങുകയല്ല. സൂര്യ ചന്ദ്ര അവിടെ നിൽക്കുന്ന അഭിഷേകമുള്ളവൻ പറഞ്ഞപ്പോൾ നിന്നെങ്കിൽ ഇന്ന് രാത്രി നാവ് തുറന്ന് കൽപ്പിക്കുക, നാവ് തുറന്ന് പ്രാർത്ഥിക്കുക. ചിലത് യെസ് മാത്യുച്ച, ചിലത് നിൽക്കാൻ പോകുക, ചിലത് സ്ട്രക്കാകാൻ പോകുക. എത്ര പേര് ആമേൻ പറയും? എത്ര പേര് ഇന്ന് പകൽ സ്തോത്രം പറയും? ആമേൻ ലൂസിമാമേ, ചിലത് സ്ട്രക്കാകാൻ പോകുക. 1 2 3 1 2 3 എന്ന് പറഞ്ഞൊരു അച്ചാനെ ഞാൻ കാണുന്നുണ്ട്. സ്തോത്രം. തുടക്കം മുതൽ വീഡിയോ ഓൺ ചെയ്ത ഈ മീറ്റിംഗിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം പറയുന്നു, ചിലത് താങ്കൾക്ക് മുമ്പിൽ സ്ട്രക്കാകുകയാ, ചിലത് നിഷ്ഫലമാകുകയാ, ചിലത് നിശ്ചലമായി മാറുകയാ. ഇന്ന് രാത്രി ആമേൻ ലിൻഡാൻഡി, തോമസ് മത്തായങ്ങളെ പരിശുദ്ധാത്മാവ് ഇടപെടുക. ഇതുവരെ തല പൊങ്ങിയത് ഇനി അനങ്ങുകയല്ല. ഇനി അവൻ അവന്റെ സകല പരിപാടിയും ദൈവം പൊളിക്കാൻ പോകുക. വിശ്വസിക്കുന്ന എത്ര പേരെന്റെ കൂടെയുണ്ട്? എല്ലാ കണ്ണുകളും ഇന്ന് രാത്രി അടയട്ടെ. ഒരുമിച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിക്കുക. ഈ രാത്രി ദൈവത്തിന്റെ വലിയ ഇടപെടൽ വെളിപ്പെടുക. എല്ലാ കണ്ണുകളും അടച്ച് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. അന്ന് വൽഗീതത്താൽ, ശൂരവൽഗീതത്താൽ കുതിരക്കുളമ്പുകൾ കട്ടണം ചെയ്തു. അപ്പോൾ അവരുടെ കുതിരകൾ നിലത്ത് തട്ടി വേഗത്തിൽ കുതിച്ചു പാഞ്ഞു. അവരുടെ ശക്തരായ കുതിരകൾ ഓടി, എന്നാൽ മഴവെള്ളം അവരെ പിടിച്ചു നിർത്തി. ഇതാണ് ആ വാക്യത്തിന്റെ അർത്ഥം. എല്ലാ കണ്ണുകളും അടയട്ടെ. ദൈവം ഒരു മഴ അയച്ചാൽ എത്ര ഉരുക്ക് ശക്തിയാണേലും അവിടെ തകർന്നു പോകും. ദൈവം ഒരു പ്രവൃത്തി വെളിപ്പെടുത്തിയാൽ വിശ്വസിക്കുക. ഇന്ന് രാത്രി ലിസി വർഗീസ് അമ്മാമേ, വിശ്വസിക്കുക. ദൈവം ചിലത് പ്രവർത്തിക്കാൻ പോകുക. സിസ്റ്റർ ലന, ദൈവാത്മാവ് ഇടപെടുന്നു. ആമേൻ. ഈ ദിവസങ്ങളിൽ നീ കരയുന്ന വിഷയങ്ങൾക്ക്, പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ദൈവം ചിലതിനെ സ്ട്രക്കാക്കുക. ദൈവം ചിലതിനെ നിഷ്ഫലമാക്കുന്നു. ദൈവം ചിലതിനെ സൈലന്റ് ആക്കുന്നു. കാറ്റെ കടലെ ശാന്തമാകാന്ന് കൽപ്പിച്ചവൻ എന്റെ കൈക്ക് പിടിക്കുക. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ? എത്ര പേരെന്റെ കൂടെയുണ്ട്? എത്ര പേരെന്റെ കൂടെയുണ്ട്? ആത്മാവിൽ സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവൻ ശത്രു കഴിഞ്ഞ ദിവസങ്ങളിൽ നിനക്കെതിരെ പ്രബലനായി. ഇനി ആ പണി നടക്കുകയല്ല, നടക്കുകയല്ല. ശത്രു പ്രബലനായി, പക്ഷെ ഇനി നടക്കുകയല്ല. കാരണം പ്രാർത്ഥിക്കുന്നവന്റെ ശബ്ദം ഉയരുകയാ. നിലവിളിക്കുന്ന യേശുവേന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക, യേശുവേന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി യേശുവേന്ന് വിളിച്ച് എത്ര പേര് പ്രാർത്ഥിക്കും? കമോൺ, ഒരുമിച്ച് അധരങ്ങൾ തുറന്ന് അവൻ ഇനി ആ ശക്തി എഴുന്നേൽക്കുകയല്ല. ഇനി ആ പൈശാചിക മേഖല തല പൊങ്ങുകയല്ല. വിശ്വസിക്കുന്നവർ ആമേൻ. ഇന്ന് രാത്രി എവിടെയോ ചില വിടുതലുകൾ ആർക്കൊക്കെയോ വേണ്ടി സിന്ധു ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു. ചിലത് സൈലന്റ് ആകാൻ പോകുകയാ, ചിലത് ഇന്ന് രാത്രി അടിയറാൻ പോകുകയാ. ഇനി അവൻ തലമുറ രോഗശക്തി ഇനി എഴുന്നേക്കുകയല്ല. എത്ര പേര് ആത്മാവിൽ ഖമാൻ? എനിക്കറിയാം, തുള്ളിച്ചാടി ആരാധിക്കാനുള്ള ആവേശം ചിലരുടെ അകത്ത് ഞാൻ വെളിപ്പെടുന്ന ഞാൻ തിരിച്ചറിയുകയാ. ഇന്ന് രാത്രി എന്റെ ദൈവം ശക്തി പൊങ്ങുകയല്ല, അവൻ കാരണം യേശു വന്നിട്ടുണ്ട്, യേശു വന്നിട്ടുണ്ട്, യേശു വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ അത്ര പേരാമേൻ പറയുന്നു. ഒരുമിച്ച് അന്യഭാഷകള് അല്പജല മിനിറ്റുകൾ പ്രാർത്ഥിച്ച് എല്ലാ കാമേൻ കണ്ണുകളോടെ ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ച് യേശു വന്നിട്ടുണ്ട്. സ്ഥിതി മാറും. എല്ലാവർക്കുമുള്ള കഴിവ് നിനക്കില്ല, എല്ലാവർക്കുമുള്ള ബലം നിനക്കില്ല, എല്ലാവർക്കുമുള്ള പ്രാപ്തി നിനക്കില്ല. പക്ഷെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയർത്താമോ? നിന്റെ മുമ്പിൽ ശത്രു അടിയറയോ, നിന്റെ മുമ്പിൽ ശത്രു താഴടിയാകോ? ഇന്ന് രാത്രി അവർ നിന്റെ പക്ഷം ചേരുന്ന അളവിലേക്ക് ഒരു സ്വർഗീയ
സ്തോത്രം ചെയ്യുക. അവിടുത്തെ വലിയ കൃപ ഇന്ന് രാത്രി ഞങ്ങളുടെ മേൽ പകർന്നതിന് നന്ദി കർത്താവേ. ഫെലോഷിപ്പിനായി പ്രാർത്ഥിക്കുന്നതിന്റെ പിന്നിൽ ധ്യാനിക്കുന്നവർ ഏൽപ്പിക്കുന്ന കർത്താവേ, കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഏൽപ്പിക്കുക. വ്യത്യസ്ത ടൈം സോണുകളിലായിരുന്നു കൊണ്ട് ഞങ്ങളെ കേട്ട സകല പ്രിയപ്പെട്ടവരെയും ലോർഡ് ഐ സബ്മിറ്റ് യുവർ മൈറ്റി ആൻഡ് ഫാദർ, ഇന്ന് രാത്രി ഞാൻ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് ബ്ലസ് ചെയ്യുകയാണ്. ദൈവമേ, ഇവിടെ നിന്ന് വിടുവിച്ചതിന് നന്ദിയപ്പ. ഇനി ശത്രു ചലിക്കാതെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ഇടപെടൽ ഇതിനായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ ജനത്തെ അവിടുത്തെ നാമം ചൊല്ലി ബ്ലസ് ചെയ്യുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ഗ്രഹിക്കട്ടെ. God bless all of you. Thank you very much. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കേൾപ്പിച്ച വചനങ്ങളുടെ മുമ്പിൽ നമ്മൾക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. ഞാൻ കർത്താവിൻ്റെ ദാസൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം എൻ്റെ മനസ്സിൽ വന്നത് ഞാൻ ഒന്ന് പെട്ടെന്ന് പറയാൻ. ഇസ്രയേലിൻ്റെ അന്നത്തെ സ്ഥിതി കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു തുടങ്ങിയതാണ്. ഇസ്രയേല് ന്യായാധിപന്മാരുടെ കാലമെന്ന് പറയുന്നത് ഇസ്രയേലിനെ അറിയപ്പെട്ടിരുന്നത് ഒരു ജാതി എന്ന് മാത്രമാണ്. അവര് ഒരു നേഷൻ ആയിരുന്നില്ല. അവർക്ക് രാജാവില്ലായിരുന്നു, അവർക്ക് സെൻട്രലൈസ്ഡ് ഭരണകൂടമില്ലായിരുന്നു. അപ്പോഴാണ് ശത്രു വന്നത്. അവര് ഓരോരുത്തർ അവന്റെ ഹിതപ്രകാരം നടന്ന കാലത്തും പ്രാർത്ഥിച്ച ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം, പ്രകൃതിയെ തൻ്റെ ആയുധമായി ഉപയോഗിച്ച ഒരു ദൈവം. ദൈവം ഇങ്ങനെ പ്രവർത്തിക്കണം, അങ്ങനെ പ്രവർത്തിക്കണം, എൻ്റെ വിദ്യാഭ്യാസം കൊണ്ട് ആ കാര്യം സാധിക്കും. നോ, ദൈവത്തിന് കർത്താവിൻ്റെ ദാസൻ വളരെ ശക്തമായി പറഞ്ഞു, ദൈവം എങ്ങനെ പ്രവർത്തിക്കുമെന്നുള്ളത് ദൈവമാണ് തീരുമാനിക്കുന്നത്. പ്രകൃതിയെ തൻ്റെ ആയുധമായി ഉപയോഗിക്കുവാൻ കഴിയുന്നവൻ നമ്മളുടെ ദൈവമാണ്. നമ്മളുടെ ആശ്രയം ആ ദൈവത്തിലാണെങ്കിൽ ശത്രു പ്രബലൻ ആവുകയില്ല. ശത്രു പ്രബലനായി വരുമ്പോഴും അവന്റെ കുതിരകളെയും അവന്റെ രഥങ്ങളെയും ചേറ്റിൽ താഴ്ത്തി നമ്മളെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത് എന്ന്. കാരണം നമ്മളുടെ ദൈവത്തെ കുറഞ്ഞ് കാണരുത്. ദൈവിക ഇടപെടലുകൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ, ശത്രുവിന്റെ തകർച്ച നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കാണണമെങ്കിൽ, നമ്മളുടെ ആശ്രയം ക്രിസ്തുവിൽ, ക്രിസ്തു എന്ന പാറമേൽ, ക്രിസ്തുവിൽ മാത്രം നമ്മളുടെ ആശ്രയമായിരിക്കണം. മനുഷ്യന്റെ ഊരുക്കളിൽ ആശ്രയിക്കരുത്. നമ്മളുടെ ആശ്രയം എവിടെയെന്ന് ഈ കാലങ്ങളിൽ നമ്മൾക്ക് ഒന്ന് ചിന്തിക്കാം. കാരണം ഇസ്രയേൽ അവര് ആശ്രയിച്ചിരുന്ന ദൈവത്തിൽ നിന്നും മാറി സ്വന്തം ഇഷ്ടങ്ങളിൽ നടന്ന കാലത്ത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദെബോരയും, ദെബോയുടെ വാക്ക് കേട്ട് തന്നോട് കൂടെ ഇറങ്ങി പുറപ്പെടുവാൻ തയ്യാറായ ഒരു ബറാക്കും ഉണ്ടായിരുന്നു. നമ്മൾ കേട്ട വചനങ്ങൾ നമ്മളുടെ ഹൃദയത്തിൽ ഒന്ന് ഉറച്ചിട്ട് ദൈവത്തിൽ നമ്മൾക്ക് ആശ്രയം ഉറപ്പിക്കാം. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ജോയ് പാസ്റ്റർ ആശീർവാദം പറയും. കർത്താവേ, ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു നാഥ. സ്തുതിക്കുന്നു. സൂം പ്ലാറ്റ്ഫോം വഴിയായി ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ അവിടുന്ന് ഒരുക്കിയ ഈ വലിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു നാഥ. സ്തുതിക്കുന്നു. ഞങ്ങൾ കടന്നു വന്ന സമയം മുതൽ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ടായിരുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആരാധിക്കുവാൻ, പാട്ടുകളെ പാടുവാൻ കർത്താവെ നിന്റെ ദാസനെ
ദാസനെ നീ ബലപ്പെടുത്തിയതിനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ അവസ്ഥ മാറ്റുന്നവനെ കുറിച്ച് പാടുവാൻ, ഞങ്ങളുടെ കരച്ചിലിന്റെ ശബ്ദം കേൾക്കുന്നവൻ, ഞങ്ങളെ കണ്ട് കടന്നു പോകാത്തവൻ, ആ ദൈവത്തിന്റെ അടുത്തേക്ക് ഞങ്ങളെ ആകർഷിക്കുവാൻ തക്കവണ്ണം വചനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിച്ച അവിടുത്തെ ദയയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആശ്രയം നിന്നിൽ മാത്രം വയ്ക്കുവാൻ, മനുഷ്യന്റെ ഊരുക്കളിൽ ആശ്രയിക്കാതെ ദൈവത്തിന്റെ ശക്തിയിൽ, ദൈവത്തിന്റെ കൃപയിൽ, ദൈവത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുവാൻ കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ജോയ് പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദാസന്റെ ശുശ്രൂഷകളെ മാനിക്കുമാറാകണം, ആരോഗ്യവും ബലവും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി ബലപ്പെടുത്തുമാറാകണം, ശക്തീകരിക്കുമാറാകണം, ശുശ്രൂഷകൾ കൂടെയിരിക്കണം. ശക്തിയോട് അനേകരെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം വചനത്തിന്റെ മാധുര്യ വാതിലുകൾ തുറന്ന് അനേകരെ ബലപ്പെടുത്തുവാൻ അവിടുന്ന് ഉപയോഗിക്കുകയാൽ സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവെ, ഒരു ചടങ്ങായി കടന്നു വന്ന് വചനം കേൾക്കുകയല്ല, കേട്ട വചനങ്ങൾ ജീവിതത്തിൽ പ്രയോജനമുള്ളതായി മാറുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വരുന്ന ഒരാഴ്ചവട്ട കാലം ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ കൃപയിൽ കാത്തു പരിപാലിച്ചാട്ട്. കർത്താവെ, വചനം കേട്ടത് ആർക്കും ശിക്ഷാവിധിക്കായി തീരരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനകൾ കേട്ടിരിക്കയാൽ സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവിന്റെ ചിതാവാകുന്ന യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയും കാവലും സഹവാസവും ഇന്നു മുതലെന്നേക്കും സകല പ്രിയപ്പെട്ടവരോടും ഈ മീറ്റിങ്ങിനോടും ഇന്നു മുതലെന്നേക്കും കർത്താവിന്റെ മേഘപ്രത്യക്ഷത വരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ജയം നൽകിയ ദൈവത്തിന്റെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. God bless all of you. ആമേൻ. താങ്ക് യു പാസ്റ്ററെ. Okay, അനുഗ്രഹിക്കട്ടെ. കടന്നു വന്ന എല്ലാവർക്കും ദൈവനാമത്തില് നന്ദി പറയുന്നു. ലളിതയുടെയും തമ്പിയുടെയും യാത്രയെ ഓർത്ത് പ്രാർത്ഥിക്കുക. മറ്റെല്ലാവരെയും, പ്രത്യേകിച്ച് പ്രായത്തിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കണം. എബ്രഹാം കുര്യൻ ബ്രദറിനെ, തൻ്റെ ഭാര്യ റേച്ചലിനെ, അവനെ ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കണം. മാത്യു ബ്രദറെ, താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിലും മീറ്റിംഗ് ഉണ്ടായിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. Thank you.